വാസ്തവത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യപ്രാപ്തിയുടെയും റിപ്പബ്ലിക്കിൻ്റെ സ്ഥാപനത്തിൻ്റെയും ഒക്കെ 7.5 പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞൊരു കാലത്താണ് നാം നമ്മുടെ ആധുനിക ഇന്ത്യയുടെ അടിസ്ഥാന ആശയങ്ങളിലൊന്നിനെ എങ്ങനെ വീണ്ടെടുക്കാം എന്ന് ആലോചിക്കേണ്ടി വരുന്നത്. വാസ്തവത്തിൽ അത് എത്രയോ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഒരു രാജ്യം 7.5 പതിറ്റാണ്ട് ജീവിച്ച് കഴിഞ്ഞതിന് ശേഷം ആ രാജ്യത്തെ രൂപപ്പെടുത്തിയ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മൂല്യത്തെ നമുക്ക് എങ്ങനെയാണ് സംരക്ഷിക്കാൻ കഴിയുക എന്ന ആലോചനയിലേക്ക് നാം കടക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു നിലയ്ക്ക് ദൗർഭാഗ്യകരമാണ്. ഗാന്ധി 1947 ഒക്ടോബർ 2 അദ്ദേഹത്തിൻ്റെ 78ാം പിറന്നാളായിരുന്നു. അപ്പോൾ ധാരാളം പേര് കാണാൻ വന്നു, ഗാന്ധിക്ക് ആശംസകളൊക്കെ നേർന്നു. അന്ന് ഗാന്ധി പറയുന്ന ഒരു വാക്യം, വാസ്തവത്തിൽ എനിക്ക് അനുശോചനങ്ങളാണ് നിങ്ങൾ നൽകേണ്ടത് എന്ന് ഗാന്ധി പറയുന്നുണ്ട്. കാരണം ഗാന്ധി സ്വപ്നം കണ്ട, ഗാന്ധി ഉണ്ടാകണമെന്ന് വിചാരിച്ച ഒരു ലോകത്തിൽ നിന്ന് എത്രയോ ഭിന്നമായൊരു ലോകത്തിൻ്റെ നടുവിലായിരുന്നു അന്ന് അദ്ദേഹം ജീവിച്ചത്. എന്നതുപോലെ നാം ഈ രാജ്യത്തെ രൂപപ്പെടുത്തിയെടുത്ത സമയത്ത് അതിൻ്റെ ആധാര തത്വങ്ങളിൽ ഒന്നായിട്ട് ഉറപ്പിച്ചെടുത്തത് നമ്മുടെ മതനിരപേക്ഷത എന്ന ആശയത്തെയാണ്. അത് പക്ഷേ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഉള്ളടരുകളിൽ നിന്ന് പതിയെ പിൻവാങ്ങി നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ മിക്കവാറും എല്ലാ പ്രതലങ്ങളിലും മതനിരപേക്ഷത എന്നത് പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്ന, അത് നീതിന്യായ സംവിധാനമായാലും അത് ഭരണനിർവഹണത്തിൻ്റെ രീതിയായാലും നിയമനിർമ്മാണത്തിൻ്റെ തലമായാലുമൊക്കെ ആ മൂല്യം വളരെ ദുർബലമാകുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതിനെ എങ്ങനെയാണ് റിക്ലെയിം ചെയ്യാൻ കഴിയുക, എങ്ങനെയാണ് അതിനെ വീണ്ടെടുക്കാൻ കഴിയുക എന്നത് വിപുലമായ ഒരു നിലയിൽ ആലോചിക്കേണ്ട വിഷയമാണ്. ഞാൻ അതിൻ്റെ മുഴുവൻ വ്യാപ്തിയിലും ഈ വിഷയം പറയാൻ നമ്മുടെ സമയമില്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു രൂപരേഖ മാത്രം പറയുകയും പിന്നീട് നമുക്ക് കുറച്ചെങ്കിലും സംവാദത്തിലേക്ക്, ചോദ്യങ്ങളിലേക്ക് പോവുകയും ചെയ്യാം എന്നാണ് കരുതുന്നത്. ഒന്ന്, ഇന്ത്യൻ മതനിരപേക്ഷത നേരിടുന്ന വെല്ലുവിളി വാസ്തവത്തിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിനെതിരായ രാഷ്ട്രീയ രൂപങ്ങളിൽ നിന്നോ സംഘടനാ രൂപങ്ങളിൽ നിന്നോ പൊട്ടിപ്പുറപ്പെടുന്നതല്ല എന്ന് നമ്മൾ ആദ്യം കാണേണ്ടതുണ്ട്. ലളിതമായിട്ട് പറഞ്ഞാൽ ഹിന്ദു മഹാസഭ 1915-ലും RSS 1925-ലും ജനസംഘം 50-കളിലും BJP 1980-ലും വിശ്വ ഹിന്ദു പരിഷത്തും ബജറംഗദളും പോലുള്ള സംഘടനകൾ ഇതിനിടയിൽ പല കാലങ്ങളിലുമൊക്കെ ആയിട്ട് നിലവിൽ വന്നതിന് ശേഷം രൂപപ്പെട്ടതല്ല ഇന്ത്യൻ വർഗീയത എന്നത്. ഇത് പലപ്പോഴും നമ്മൾ വേണ്ട പോലെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഇന്ത്യൻ വർഗീയതയുടെ ഫോർമേറ്റീവ് ഫ്രെയിം, അതിൻ്റെ രൂപീകരണപരമായ ചട്ടക്കൂട് എന്ന് പറയുന്നത് വാസ്തവത്തിൽ 19ാം നൂറ്റാണ്ട് അവസാനം ഇന്ത്യൻ ദേശീയത എന്ന സങ്കല്പവുമായി കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ്. ഇന്ത്യൻ ദേശീയത എന്ന സങ്കല്പം 19ാം നൂറ്റാണ്ട് അവസാനം വികസിച്ചു വരുന്ന സമയത്ത് ഇന്ത്യയിലെ മധ്യവർഗവും ഉപരിവർഗവും ഒക്കെ ആശയത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആ ദേശീയതാ സങ്കല്പത്തിൻ്റെ ആധാരമായി ഇന്ത്യയുടെ ജനസംസ്കാരത്തിൻ്റെ കീഴ്ത്തട്ടിനെ വേണ്ട അളവിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ, ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിയാതെ പോയി. രാഷ്ട്രീയ മണ്ഡലത്തിലും കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ സാംസ്കാരികമെന്നോ പ്രത്യയശാസ്ത്രപരമെന്നോ വിളിക്കാവുന്ന കീഴ്ത്തട്ടിലും കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയ മണ്ഡലത്തിൽ അത് കുറേയേറെ പൂർത്തിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് ഗാന്ധിയാണ്. ഇപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം നോക്കിയാൽ നിങ്ങൾക്കറിയാം, 1920-കൾ വരെ പൊതുവെ മതാത്മകമായൊരു ദേശീയതാ സങ്കല്പം തന്നെയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനുണ്ടായിരുന്നത്. ഇപ്പോൾ ഹിന്ദു മഹാസഭയുടെ ആദ്യത്തെ 2 വലിയ നേതാക്കൾ, ആദ്യത്തെ അധ്യക്ഷൻ മദൻ മോഹൻ മാളവ്യയാണ്, രണ്ടാമത്തെ അധ്യക്ഷനായിട്ടുള്ളത് ലാലാ ലജ്പത് റായിയാണ്. ഇവർ രണ്ടുപേരും അന്ന് ഹിന്ദു മഹാസഭയുടെ നേതാക്കൾ എന്നതുപോലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും സമുന്നതരായ നേതാക്കളാണ്. തിലകനെ പോലുള്ള ആളുകളാകട്ടെ ദേശീയതയെ മതാത്മകതയോട് ഏതാണ്ട് സമീകരിക്കുന്ന യുക്തിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. ദേശീയ ബോധം ഏറെക്കുറെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലമൊക്കെ ആവുമ്പോൾ മതബോധവുമായി അത്ര ചേർന്ന് കഴിഞ്ഞിരുന്നു. ഇതിൽ നിർണായകമായൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ച ഒരാൾ ഗാന്ധിയായിരുന്നു. 20-കൾ മുതലാണ് ഗാന്ധി ദേശീയതാ സങ്കല്പത്തെ മതനിരപേക്ഷമെന്ന് വിളിക്കാവുന്ന ഒരു പ്രതലത്തിലേക്ക് കൊണ്ടുവരികയും അത് സിദ്ധാന്തം പറഞ്ഞ് കൊണ്ടുവന്നതല്ല. ഇർഫാൻ ഹബീബ് അതേക്കുറിച്ച് പറയുന്ന മർമ്മസ്പർശിയായൊരു വാക്യമുണ്ട്, അമൂർത്തമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്ക് പകരം
മൂർത്തമായ ഭൗതിക പ്രശ്നങ്ങളിൽ നിന്ന് സമരം തുടങ്ങിയ ആളായിരുന്നു ഗാന്ധി. അതുകൊണ്ട് വിളവിൻ്റെ വില കിട്ടുക എന്നുള്ളത് പ്രശ്നമായി, ഖാദി പ്രശ്നമായി, അല്ലെങ്കിൽ ഉപ്പ് പ്രശ്നമായി. ഇതൊന്നും ഏതെങ്കിലും മതത്തിൻ്റെ പരിധിക്കകത്ത് വെച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യമല്ല. മറ്റൊരു നിലയ്ക്ക് പറഞ്ഞാൽ മധ്യകാല മതാത്മകതയുടെ തുടർച്ചയിലുണ്ടായിരുന്ന ഏജൻസികൾക്ക് പകരം തൊഴിലാളികൾ, കർഷകർ, സാധാരണ മനുഷ്യരുടെ ഇവരെയൊക്കെ ഒരു ഏജൻസി ഉയർന്നു വരികയും അത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിലേക്ക് കയറി വരികയും ചെയ്തതുകൊണ്ടാണ് 20കൾ മുതലുള്ള ഒരു കാൽനൂറ്റാണ്ട് കൊണ്ട് ഒരു സെക്യുലർ പോപ്പുലർ നാഷണലിസം എന്ന ഫ്രെയിംവർക്ക് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. അത് ഗാന്ധി ഒറ്റയ്ക്ക് ചെയ്തു എന്നൊന്നുമല്ല ഞാൻ പറയണത്. അതിൽ ഇടതുപക്ഷക്കാരുണ്ട്, സോഷ്യലിസ്റ്റുകളുണ്ട്, കർഷക പ്രസ്ഥാനങ്ങളുണ്ട്, അങ്ങനെ നിരവധി ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ അതിൻ്റെ കേന്ദ്രത്തിൽ ഗാന്ധി ഉണ്ടായിരുന്നു. പക്ഷേ ഗാന്ധി അങ്ങനെ ചെയ്തപ്പോഴും സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പൊളിറ്റിക്കൽ മണ്ഡലത്തെ, രാഷ്ട്രീയ മണ്ഡലത്തെ മതനിരപേക്ഷമായ ഒരു ഉള്ളടക്കത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഈ കാലയളവിലൊരു വിജയം നേടിയെങ്കിലും ഈ രാഷ്ട്രീയ മണ്ഡലത്തിൻ്റെ കീഴ്ത്തട്ടിലുള്ള ഒരു സാംസ്കാരിക അടിസ്ഥാനത്തെ, ലളിതമായിട്ട് പറഞ്ഞാൽ ദേശീയത ബോധത്തിൻ്റെ സാംസ്കാരിക ഉള്ളടക്കത്തെ മതനിരപേക്ഷമാക്കാൻ ദേശീയ പ്രസ്ഥാനത്തിനും കഴിഞ്ഞില്ല എന്നൊരു വസ്തുതയുണ്ട്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഒരു ഉദാഹരണം മാത്രം പറയാം. ഇപ്പോൾ ഉപനിഷത്ത് എന്ന വാക്ക് നിങ്ങളിൽ എല്ലാവരും കേട്ട് കാണും. ഉപനിഷത്ത് ഇന്ത്യൻ ജീവിതത്തിൽ പ്രവർത്തിച്ചതിനേക്കാൾ ആഴത്തിൽ ഇന്ത്യൻ ജീവിതത്തിൽ പ്രവർത്തിച്ച ഒന്നായിരുന്നു ബുദ്ധമതം. പക്ഷേ ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ, ത്രിപിടകങ്ങൾ എന്ന് പറയുന്നൊരു വാക്ക്, സുത്തപിടകം, വിനയപിടകം, അഭിധമ്മ പിടകം എന്നീ പിടകങ്ങളും അവ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും, ഈ വാക്ക് കേരളത്തിൽ എത്ര പേർക്ക് പരിചിതമാണ്? ഇന്ത്യയിൽ എത്ര പേർക്ക് പരിചിതമാണ്? ശങ്കരാചാര്യർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ശങ്കരനെ പോലെ ലോകചിന്തയുടെ ചരിത്രത്തിൽ പ്രാധാന്യം കിട്ടേണ്ട ഒരാളായിരുന്നു അനന്തശ്രേണി കണ്ടെത്തിയ, ഇൻഫിനിറ്റ് സീരീസ് കണ്ടെത്തിയ നമ്മുടെ സംഗമഗ്രാമ മാധവൻ. ഇരിങ്ങാലക്കുടക്കാരനാണ്. പക്ഷേ സംഗമഗ്രാമ മാധവൻ്റെയോ ആ കണ്ടെത്തലിൻ്റെയോ അടിസ്ഥാനങ്ങൾ നമുക്ക് എത്ര അറിയാം? ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രാഹ്മണേതരമായി നിന്ന സാംസ്കാരിക നിക്ഷേപങ്ങളെ ദേശീയതയുടെ ഉള്ളടക്കവുമായി കൂട്ടിവിളക്കിക്കൊണ്ട് രാഷ്ട്രീയ മണ്ഡലത്തെ മതനിരപേക്ഷമാക്കുന്നത് പോലെ ആക്കിയതുപോലെ, ഒരളവ് വരെയെങ്കിലും മതനിരപേക്ഷമാക്കിയതുപോലെ അതിൻ്റെ പ്രത്യയശാസ്ത്ര അടിസ്ഥാനത്തെ അല്ലെങ്കിൽ സാംസ്കാരിക അടിസ്ഥാനത്തെ നമുക്ക് മതനിരപേക്ഷമാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വാസ്തവമുണ്ട്. ഇപ്പോൾ നമ്മുടെ ദേശീയതയുടെ ചരിത്രകാരന്മാരെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കിത് കാണാം. ഇപ്പോൾ KP ജയ്സ്വാൾ എന്നു പേരായ കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറൊക്കെ ആയിരുന്ന ആളുണ്ട്, KP ജയ്സ്വാൾ. അദ്ദേഹം ഇന്ത്യൻ പോളിറ്റി എന്ന് പറഞ്ഞ അക്കാലത്ത് എഴുതിയൊരു പുസ്തകം. അദ്ദേഹം മോശം ഒരാളൊന്നുമല്ല കേട്ടോ. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തതിൻ്റെ പേരിൽ വൈസ് ചാൻസലർ പദവിയിൽ നിന്ന് അവർ പുറത്താക്കിയ ആളാണ്. വലിയ ഫ്രീഡം ഫൈറ്ററാണ്. പക്ഷെ അദ്ദേഹം എഴുതുന്ന ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം, വേദങ്ങളിൽ പരാമർശിക്കുന്ന സഭകൾ ബ്രിട്ടീഷ് പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ പ്രിവി കൗൺസിലുകളുടെ ഒരു പൂർവ്വരൂപമാണ് എന്നാണ്. ഇത്തരത്തിലുള്ള വാദഗതികൾ എത്രയെങ്കിലും ഉന്നയിക്കപ്പെട്ടു. ചരിത്രേതരമായി ഇന്ത്യൻ ഭൂതകാലത്തെ ആധുനികതയുടെ മൂല്യങ്ങളുമായി സമീകരിക്കുകയും അതിനിടയിലുള്ള അബരേഷൻസ് എന്ന പോലെ വാസ്തവത്തിൽ മറ്റു തരത്തിലുള്ള സാംസ്കാരിക നിക്ഷേപങ്ങൾ ഒഴിച്ചു നിർത്തപ്പെടുകയും ചെയ്തു. ഇപ്പോൾ നോക്കൂ, ക്രിസ്തുവർഷം ഒരു 12-ാം നൂറ്റാണ്ട് മുതൽ 16-17 നൂറ്റാണ്ടുകൾ വരെ, 18-ാം നൂറ്റാണ്ട് വരെ ഉത്തരഭാരത ജീവിതത്തെ നിർണയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക സ്വാധീനം പേർഷ്യയുടേതാണ്. റിച്ചാർഡ് ഏറ്റൺ എന്ന് പറയുന്ന ചരിത്രകാരൻ അതേക്കുറിച്ച് എഴുതുന്ന പുസ്തകത്തിൻ്റെ പേര് തന്നെ പേർഷ്യനേറ്റ് ഇന്ത്യ എന്നാണ്. പേർഷ്യൻ ഇന്ത്യയാണ്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, മഹാഭാരതത്തിന് ആദ്യത്തെ വിവർത്തനം സമ്പൂർണ്ണമായിട്ട് ഉണ്ടാവുന്നത് പേർഷ്യൻ ഭാഷയിലാണ്. ഈ കാലത്താണ്. ഉപനിഷത്തുകൾ ആദ്യമായി വിവർത്തനം ചെയ്യപ്പെടുന്നത് പേർഷ്യൻ ഭാഷയിലേക്കാണ്. ഈ കാലത്താണ്. ഇന്ത്യൻ ഭാഷകളിലേക്ക് ഇതെല്ലാം വരുന്നതിന് മുമ്പ് പേർഷ്യൻ ഭാഷയിലേക്ക് പോയി. പക്ഷേ മഹാഭാരതത്തിനൊരു പേർഷ്യൻ വിവർത്തനം ഉണ്ട് എന്ന് മഹാഭാരത പ്രഭാഷണം നടത്തുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു. കാരണം ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ എവിടെയും അതില്ല. പിന്നീട് ഓഡ്രി ട്രൂഷ്കയുടെ സാൻസ്ക്രിറ്റ് ഇൻ മുഗൾ കോർട്ട് എന്ന് പറയുന്ന അവരുടെ PhD ഡെസർട്ടേഷൻ പുസ്തക രൂപത്തിൽ വന്നത് വായിച്ചപ്പോഴാണ് ഞാൻ ഈ കാര്യം മനസ്സിലാക്കിയത്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയോ വലിയ സാംസ്കാരിക നിക്ഷേപങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരുന്നിട്ടുണ്ട്. പേർഷ്യയുടേത് മാത്രമല്ല, ചൈനയുടേത് അല്ലെങ്കിൽ ഗ്രീക്കുകാരുടേത്. ഇപ്പോൾ ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പ്രവചന ഭാഗം, ഫലഭാഗവും പ്രവചന ഭാഗവും ഉണ്ടല്ലോ. ഫലഭാഗം ഗണിതമാണ്,
അത് ആകാശഗോളങ്ങളുടെ ചലനം, ഉദയാസ്തമയങ്ങൾ, കാലഗതിയുടെ പരിണാമങ്ങൾ, അതൊക്കെ വിശദീകരിക്കുന്ന ഭാഗമാണ് ജ്യോതിശാസ്ത്രത്തിലെ ഈ ഫലഭാഗം, ഗണിതഭാഗം എന്ന് പറയുന്നത്. പ്രവചന ഭാഗം എന്ന് പറയുന്നതാണ് ഈ ജാതകമായിട്ടും പിന്നെ ഭാവി പറയലായിട്ടും ഒക്കെ മാറിയത്. ഈ പ്രവചന ഭാഗം ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിലേക്ക് കടന്നു വന്നത് വാസ്തവത്തിൽ ഗ്രീക്ക് ജ്യോതിഷികൾ വഴിയാണ്. ഗ്രീക്ക് പാരമ്പര്യം കടന്നു വന്നതാണ്. പക്ഷെ ഇന്നിപ്പോൾ ഇന്ത്യയിൽ അവശേഷിക്കുന്നത് ഈ പ്രവചനം മാത്രമാണ്. ഗണിതം പോയി. എന്നിട്ട് എല്ലായിടത്തും പ്രവചനമായി. കിഴക്ക് വശത്തുള്ള വാതിൽ പൊളിച്ച് പടിഞ്ഞാറ് വശത്ത് വയ്ക്കുക, മറ്റേ മൂലയിലുള്ള കിണർ മൂടിയിട്ട് ഇപ്പുറത്ത് കിണർ കുത്തുക തുടങ്ങിയ കലാപരിപാടികളായിട്ട് നമ്മളിതിനെ മുഴുവൻ മാറ്റിയെടുത്തു. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മുടെ സംസ്കൃതിക്കുള്ളിലുണ്ടായിരുന്ന അതിവിപുലമായ ഈ വന്നുകൂടലുകളെ, കൂടിച്ചേരലുകളെ, ഔട്ട് ഓഫ് ആഫ്രിക്ക തീസീസ് തുടങ്ങിയാൽ നിങ്ങൾക്കറിയാമല്ലോ. 60,000 കൊല്ലം മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് ആദ്യത്തെ മനുഷ്യ വംശവിഭാഗം ഇന്ത്യയിലേക്ക് വരുന്നു. പിന്നീട് സാഗ്രോസ് മേഖലകളിൽ നിന്ന്, സ്റ്റെപ്പി മേഖലകളിൽ നിന്ന് കർഷകർ വരുന്നു, ആര്യന്മാർ വരുന്നു, ശാകന്മാർ, കുശാനന്മാർ, ഇൻഡോ പാർത്തിയന്മാർ, ബാക്ട്രിയൻ ഗ്രീസുകാർ, തുർക്കികൾ, അല്ലെങ്കിൽ മുഗളന്മാർ, ഇവരൊക്കെ വരുന്നു. ഇവരൊക്കെ നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമാവുന്നു. അങ്ങനെ ഒരു പ്ലൂറലായ ബഹുസ്വരമായ ഒരു സാംസ്കാരിക പാരമ്പര്യത്തെ ദേശീയതയുടെ ആധാരമായി ഉറപ്പിച്ചെടുക്കാൻ വാസ്തവത്തിൽ നമുക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്തു പറ്റിയെന്ന് വെച്ചാൽ, ഇപ്പോൾ മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ സോപാന സംഗീതം എന്ന് കേട്ടാൽ അത് കേരള സംഗീതമാണ് എന്ന് സാമാന്യം പറയാറുണ്ട്. സോപാനം ആസ്വദിച്ചതിൻ്റെ 1000 മടങ്ങ് ആളുകൾ മാപ്പിളപ്പാട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ മാപ്പിളപ്പാട്ടിനെ നിങ്ങൾക്കൊരിക്കലും കേരള സംഗീതം എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവിടെ ജൂതന്മാർ ഇവിടെ കേരളത്തിലുണ്ടായിരുന്ന ജൂതന്മാർ അവരുടെ ഒരു പാട്ടുപാരമ്പര്യം കേരളത്തിലുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രൊഫസറായിരുന്ന സ്കറിയ മാഷ അതെല്ലാം ഹിബ്രു സർവകലാശാലയിൽ പോയി കണ്ടെത്തി അത് പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാർഗുഴലി എന്ന പേരിൽ വലിയൊരു പാട്ടുപാരമ്പര്യം. വാസ്തവത്തിൽ ഈ സോപാനത്തിൻ്റെ പാരമ്പര്യത്തെക്കാൾ വിപുലവും സമഗ്രവുമായൊരു പാട്ടുപാരമ്പര്യം കേരളത്തിലെ യഹൂദർക്കുണ്ട്. നമ്മുടെ ഓർമ്മയിലുണ്ടോ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ വിസ്മൃതിയിലേക്ക് പോയ നൂറുകണക്കായ പാരമ്പര്യങ്ങളുണ്ട്. അമർത്യ സെൻ ഇന്ത്യയിലെ പാരമ്പര്യ നിർമ്മാണത്തെക്കുറിച്ച് പറയുമ്പോൾ സൂചിപ്പിക്കുന്ന സുപ്രധാനമായ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം പറയുന്നത് 3 തരം എക്സ്ക്ലൂഷൻസ് വഴിയാണ്, പുറന്തള്ളലുകൾ വഴിയാണ് ഇന്ത്യൻ പാരമ്പര്യം, ദേശീയതയുടെ പാരമ്പര്യം നിലവിൽ വന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, ബ്രാഹ്മണേതരമായ മതപാരമ്പര്യങ്ങളെ നമ്മൾ കാര്യമായിട്ട് എടുത്തില്ല. അതാ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ബ്രാഹ്മണേതരമായ, ഇപ്പോൾ ബുദ്ധമതം, ജൈനമതം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, യഹൂദമതം, ഇതെല്ലാം നമ്മുടെ ജീവിത സംസ്കാരത്തിൽ പലതരത്തിൽ കൂടിക്കലർന്ന് കിടക്കുന്നുണ്ട്. പക്ഷേ അവയെ നാഷണൽ ട്രഡീഷനായിട്ടല്ല കാണുക. വാസ്തവത്തിൽ ഇത് ഇമ്പീരിയലിസ്റ്റുകൾ ഉണ്ടാക്കിയൊരു സംഗതിയാണ് കേട്ടോ. കാരണം ഇന്ത്യയിലെ മുഴുവൻ സംസ്കാരങ്ങളും അധിനിവേശപരമാണ് എന്ന യുക്തി ആദ്യം അവതരിപ്പിക്കുന്നത് ബ്രിട്ടീഷ് ഇമ്പീരിയൽ ഹിസ്റ്റോറിയൻസാണ്. ജെയിംസ് മില്ലും വിൻസെൻ്റ് സ്മിത്തും പോലുള്ള ആളുകളാണ് ഇത് മുഴുവൻ അധിനിവേശമാണ്. അതുകൊണ്ട് അവസാനത്തെ അധിനിവേശകരാണ് ബ്രിട്ടീഷുകാർ. അതിനു മുമ്പ് അധിനിവേശമുണ്ട് എന്നവർ വാദിക്കുന്നു. മുഗളന്മാർ അധിനിവേശമാണ്, ഇൻഡോ പാർത്തിയന്മാർ അധിനിവേശമാണ്, ബാക്ട്രിയൻ ഗ്രീക്കുകാർ അധിനിവേശമാണ്, ശാകരും കുശാനരും ഒക്കെ അധിനിവേശമാണ്, ഞങ്ങളും അധിനിവേശമാണ് എന്ന യുക്തി അവരെ അവതരിപ്പിച്ചതിന് വാസ്തവത്തിൽ ദേശീയ പ്രസ്ഥാനം ഏറ്റെടുക്കുകയുണ്ടായി. ദേശീയ പ്രസ്ഥാനം ഏറ്റെടുത്തതിൻ്റെ അനന്തരഫലം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മധ്യകാല ഇന്ത്യൻ ജീവിതത്തെ നിർണയിച്ച ഇസ്ലാമിൻ്റെയും അല്ലെങ്കിൽ അറേബ്യൻ സംസ്കൃതിയുടെയും പേർഷ്യൻ പാരമ്പര്യത്തിൻ്റെയും ആകത്തുകയെ നാം ഏതാണ്ട് അധിനിവേശപരം എന്ന് വിലയിരുത്തി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 ജനവിഭാഗങ്ങളാണ് എന്ന് ഇന്ത്യയിൽ പറഞ്ഞ 2 പ്രധാനപ്പെട്ട ആളുകളുണ്ട്. ഒന്ന് 923 സവർക്കർ, പിന്നെ 940കളിൽ മുഹമ്മദ് അലി ജിന്ന. ഇതുകൂടാതെ പരസ്പര സൗഹൃദമോ പരസ്പരം ഒരുമിച്ചുള്ള ജീവിതമോ എന്നല്ല, സഹകരണം പോലും സാധ്യമല്ലാത്ത 2 ജനവിഭാഗങ്ങളായിരുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്നെഴുതുന്ന ഒരാൾ ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രം എഴുതിയ R.C. മജുംദാറാണ്. മജുംദാറിൻ്റെ പുസ്തകം നോക്കിയാൽ നിങ്ങൾക്കിത് കാണാം, ഇതേ വാദം. വാസ്തവത്തിൽ ഈ പ്രശ്നം അന്ന് തിരിച്ചറിഞ്ഞ ഒരാളായിരുന്നു നെഹ്റു. നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ദേശീയവാദ ചരിത്രത്തിലെ ഇൻഹറൻ്റായിട്ടുള്ള കമ്മ്യൂണൽ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ് അതിനെ ചെറുക്കുക എന്നുള്ള വലിയൊരു ലാർജർ പ്രൊജക്റ്റ് കൂടി ലക്ഷ്യം വെച്ചിട്ടാണ് ഇല്ലാത്ത നേരം കൊണ്ട് മൂപ്പര് മറ്റേ ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയത്. പക്ഷേ നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ളൊരു സെക്യുലർ ഫ്രെയിമിലേക്ക് നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ധാരണകളെ കൊണ്ടു ചെല്ലാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു?
പൊളിറ്റിക്കൽ മണ്ഡലം, രാഷ്ട്രീയ മണ്ഡലം മതനിരപേക്ഷമാണ് എന്ന് നമ്മൾ ധരിക്കുന്നു. ആയിരിക്കും, രാഷ്ട്രീയ മണ്ഡലം മതനിരപേക്ഷമാണ്. പക്ഷേ ഈ രാഷ്ട്രീയ മണ്ഡലത്തെ, ദേശീയതാബോധത്തെ തന്നെ നിർണ്ണയിക്കുന്ന അടിസ്ഥാനപരമായ സാംസ്കാരിക വ്യവഹാരം, അതിൻ്റെ പ്രത്യയശാസ്ത്ര മണ്ഡലം സെക്കുലറൈസ് ചെയ്യപ്പെട്ടില്ല. അത് മോഡേണൈസേഷൻ്റെ ഘട്ടത്തിൽ വാസ്തവത്തിൽ സെക്കുലർ ആവുകയല്ല ചെയ്തത്, കൂടുതലായ ഒരു കമ്മ്യൂണൽ ഫ്രെയിമിങ്ങിലേക്ക് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇന്ത്യയെ വേദങ്ങളുടെ നാട് എന്ന് വിളിക്കുന്നത് പോലെ ഉപനിഷത്തിൻ്റെ നാട് എന്ന് നമ്മൾ ബുദ്ധൻ്റെ നാട് എന്ന് സാധാരണ നിലയ്ക്ക് വിളിക്കില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇന്ത്യയുടെ സാംസ്കാരിക ഭൂതകാലത്തെ ആ മതനിരപേക്ഷമായ ഒരു ചട്ടക്കൂടിലേക്ക് സന്നിവേശിപ്പിക്കാൻ നമുക്ക് കഴിയാതെ പോയി എന്നൊരു പ്രശ്നം ഉണ്ട്. ഇപ്പോൾ കേസരി ബാലകൃഷ്ണപിള്ള വളരെ മനോഹരമായൊരു നിരീക്ഷണം അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, കളമെഴുത്തിൽ ഉപയോഗിക്കുന്ന രേഖാസമ്പ്രദായം അത് പ്രാചീന, ഈ ധൂളി ചിത്രങ്ങളുണ്ടല്ലോ കളമെഴുതുന്ന, ആ ധൂളി ചിത്രങ്ങളുടെ രേഖാസമ്പ്രദായം പ്രാചീന പേർഷ്യക്കാരുടെ ഭൂഭാഗ ചിത്രണ രീതിയിൽ നിന്ന് വികസിച്ചു വന്നതാണ് എന്ന് കേസരി പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്പലമുറ്റത്തോ വീട്ടുമുറ്റത്തോ നിങ്ങൾ കളം വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ആ കളത്തിൽ ഇൻ്റർനാഷണലാണ്. അല്ലാതെ സാർവദേശീയത നിങ്ങൾ പാരീസിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന ഏർപ്പാടല്ല. നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴും സാർവദേശീയമാണ്. എൻ വി കൃഷ്ണവാര്യർ പറയുന്നുണ്ട്, നമ്മുടെ മഹാബലി എന്ന സങ്കല്പം, ആ സങ്കല്പത്തിൻ്റെ ഉൽപ്പത്തി പ്രാചീന അസീറിയയിലെ ബലി എന്ന സ്ഥാനപ്പേരിൽ നിന്നാണ്. അസീറിയൻ ചക്രവർത്തിമാരുടെ ഒരു പരമ്പരയെക്കുറിച്ച് അസുർബാനിപാലിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് 14 ചക്രവർത്തിമാരുടെ പരമ്പരയുടെ സ്ഥാനപ്പേര് ബെലെന്നോ ബലിന്നോ ഉച്ചരിക്കാവുന്ന രൂപത്തിലാണ്. അത് വെച്ച് അദ്ദേഹം പറയുന്നത് ആ ബലിയുടെ ഏതോ തുടർച്ച നമ്മുടെ മഹാബലിയിലുണ്ടെന്നാണ്. സിഗുറാത്തുകളുടെ സ്ട്രക്ചറും ഓണപ്പടവുകളുടെ സ്ട്രക്ചറും തമ്മിലുള്ള സാമ്യമൊക്കെ അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഇങ്ങനെ എത്രയെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ട് നമ്മുടെ സാംസ്കാരിക ഭൂതകാലത്തിനുള്ളിൽ എന്നിരിക്കെ, അഥവാ നമ്മുടെ സാംസ്കാരിക ഭൂതകാലം അതിവിപുലമായ ഒരു ബഹുസ്വരാത്മകതയെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നിരിക്കെ, പക്ഷേ നമ്മുടെ ഭൂതകാല ധാരണയിൽ ഇതൊന്നുമില്ല. അസീറിയെന്ന് വന്നതാണ് മഹാബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരാശ്വാസം ഉണ്ടാവുമല്ലോ. ആരോ പറഞ്ഞ പോലെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം പിന്നെ സദ്ദാം ഹുസൈൻ്റെ പഴയ മുത്തച്ഛനായിട്ട് മാറും ഈ മഹാബലി. മനസ്സിലായോ? അങ്ങനെ അപ്പം നമ്മൾ നിന്ന നിപ്പിൽ ഒരു സാർവദേശീയതയുടെ പ്രതലത്തിലേക്ക് കയറും. അങ്ങനെ എന്തെല്ലാം വന്നു, ആ വരവുകളെ നമ്മൾ അക്കൗണ്ട് ചെയ്തില്ല എന്നാണ് ഇദ്ദേഹം പറയുന്ന, അമർത്യാസൻ പറയുന്ന ഒരു പ്രശ്നം. രണ്ടാമത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്, ഇന്ത്യയിലെ തദ്ദേശീയമായ വിജ്ഞാന വൈഭവങ്ങളെ നാം മാർജിനലായിട്ടാണ് കണ്ടത്, ലാർജർ ട്രഡീഷനായിട്ട് കണ്ടില്ല. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. ഇന്ത്യൻ ചിത്രകലയിൽ പജന്തയോ അല്ലെങ്കിൽ അതുപോലുള്ള രചനാ സമ്പ്രദായങ്ങളോ ഇന്ത്യൻ കലയുടെ പ്രാരംഭമായി പരിഗണിക്കപ്പെടുന്നത് പോലെ വർലി പരിഗണിക്കപ്പെടില്ല. വർലിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോഴും പറയുന്ന ട്രൈബൽ ആർട്ട് എന്നാണ്. നോക്കൂ, അജന്ത ഇന്ത്യൻ സമൂഹ ജീവിതത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ 1000 മടങ്ങ് വർലിയുണ്ട്. നിങ്ങളിവിടെ കണ്ട ഏതെങ്കിലും ഒരു തുണിസഞ്ചി എടുത്ത് നോക്കിയാൽ മതി, അതിൻ്റെ അരികത്ത് വരച്ചേക്കുന്നത് വർലിയിലെ പാറ്റേണുകളാണ്. സാരിയായിട്ടും ഡ്രസ് കോഡിലായിട്ടും തുണിസഞ്ചിയായിട്ടും ഒക്കെ വർലി നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ വർലി നാഷണലല്ല. നാഷണൽ വേറൊന്നാണ്. കേരളത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് തെയ്യം നാഷണലല്ല, തെയ്യം കേരളീയാവില്ല, കൂടിയാട്ടം കേരളീയാവും. കൂടിയാട്ടം കണ്ട് മനസ്സിലായതിൻ്റെ 1000 മടങ്ങ് ആളുകൾ ഈ തെയ്യം കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അരികുവൽക്കരിക്കപ്പെട്ട പ്രാദേശിക വിജ്ഞാന വൈഭവങ്ങളുടെ വലിയൊരു ലോകം ഉണ്ട് എന്നത് രണ്ടാമത്തെ എക്സ്ക്ലൂഷനായിട്ട് ഇദ്ദേഹം പറയുന്നു. മൂന്നാമത്തതായിട്ട് അദ്ദേഹം പറയുന്നത്, നമ്മുടെ ഭൗതിക വിജ്ഞാനം, ഭൗതികവാദമല്ല കേട്ടോ, ലോകായുധം ചാർവാകം എന്നൊക്കെ പറയുന്ന ഭൗതികവാദ രീതികളല്ല, ഭൗതിക വിജ്ഞാനം. ഉദാഹരണത്തിന് കാമസൂത്രം പോലെ ഒരു ടെക്സ്റ്റ് ഇന്ത്യയിലുണ്ടായി ഏതാണ്ട് ഒരു 1000 കൊല്ലം കഴിഞ്ഞിട്ടാണ് അറേബ്യയിൽ രണ്ടാമത്തെ ഒരു സെക്സോളജിക്കൽ ടെക്സ്റ്റ് ഉണ്ടാവുന്നത്, പെർഫ്യൂംഡ് ഗാർഡൻ എന്ന പേരിൽ. ഏതാണ്ടൊരു 1000 കൊല്ലത്തോളം, പൊതുവർഷാരംഭത്തിന് മുമ്പ് 3-ാം നൂറ്റാണ്ട് മുതൽ പൊതുവർഷാരംഭം 7-8 നൂറ്റാണ്ട് വരെ വളരെ വിപുലമായ, വളരെ കണ്ടിന്യൂസ് ആയ ഒരു ലൈംഗിക വിജ്ഞാന വ്യവഹാരം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. കൊക്കോക ശാസ്ത്രം, കാമസൂത്രം എന്നെല്ലാം പറഞ്ഞ് പല പല ടെക്സ്റ്റുകളുണ്ട്. പക്ഷേ നിങ്ങളെവിടെയെങ്കിലും ഇന്ത്യൻ പാരമ്പര്യം എന്നുള്ള നിലയിൽ ഈ ടെക്സ്റ്റ് കാണുമോ? മറിച്ച് ഉപനിഷത്തുണ്ടാവും. ഞാൻ ഉപനിഷത്ത് എടുക്കുന്നത് തെറ്റാണെന്ന് പറയല്ല, ഉപനിഷത്ത് പോലെ തന്നെ പ്രധാനമാണ് കാമസൂത്രം. ഉപനിഷത്ത് വായിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ എന്തായാലും കാമസൂത്രം വായിച്ചിട്ടുണ്ട്. നമ്മൾ പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ കാമസൂത്രം വായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അർത്ഥശാസ്ത്രം പോലെ, ഗണിതം പോലെ, നമ്മുടെ വിജ്ഞാനത്തിൻ്റെ പല പല പ്രകാരങ്ങൾ പോലെ, നമ്മുടെ രസവിജ്ഞാനം പോലെ,
നമ്മുടെ മധ്യകാല ഗണിതം പോലെ. ഇപ്പോൾ കേരളത്തിലിരുന്ന് പറയുമ്പോൾ അത് പറയണം, സംഗമഗ്രാമ മാധവൻ, ഭാസ്കരാചാര്യർ, നീലകണ്ഠ സോമയാജി, വടശ്ശേരി പരമേശ്വരൻ, ഇങ്ങനെ എത്രയോ വലിയ ഗണിതജ്ഞർ 14-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ കേരളത്തിലുണ്ട്. ആരുടെയെങ്കിലും പേര് കേരളീയതയുടെ ചരിത്രമായിട്ട് ബന്ധിപ്പിച്ച് നമ്മൾ ഓർക്കണ്ടോ? ആരുടെയെങ്കിലും പേര്? ഇൻഫിനിറ്റ് സീരീസ് അവിടെ കണ്ടെത്തുന്നതിന് തുല്യമായിട്ടോ അതിന് മുമ്പോ സംഗമഗ്രാമമാധവനെ ഇൻഫിനിറ്റ് സീരീസ് കണ്ടു. ഞാനെപ്പോഴും പറയും, ശങ്കരാചാര്യർ എന്ന് പറയുന്നതിൻ്റെ പല മടങ്ങ് വലിപ്പത്തിൽ പറയേണ്ട പേരാണ് അനന്തശ്രേണി കണ്ടെത്തി എന്നുള്ളത്. അങ്ങനെ ഏതെല്ലാം. ഇപ്പം ആര്യഭടൻ AD 499 ആര്യഭടീയം എഴുതുന്നത്. ആര്യഭടീയത്തിൻ്റെ ഗോളപാദത്തിൽ ഭൂമി സൂര്യനെ ചുറ്റിക്കറങ്ങുകയാണ്, സൂര്യൻ ഭൂമിയെ ചുറ്റിക്കറങ്ങുകയല്ല എന്ന നിരീക്ഷണമുണ്ട്. വളരെ കൗതുകമുള്ളൊരു മെറ്റഫറാണ്. നിങ്ങളൊരു തോണിയിൽ കയറി പുഴയിലൂടെ സഞ്ചരിച്ചാൽ നദീതീരത്തെ സസ്യലതാദികൾ അനങ്ങുന്നതായിട്ടും നിങ്ങൾ അനങ്ങാതിരിക്കുന്നതായിട്ടും എങ്ങനെയാണോ അനുഭവപ്പെടുന്നത്, അതുപോലെയാണ് സൂര്യൻ ഭൂമിയെ ചുറ്റിക്കറങ്ങുന്നതായിട്ടും ഭൂമി നിശ്ചലമായി നിൽക്കുന്നതായിട്ടും അനുഭവപ്പെടുന്നത്. ഇത് ഇന്ത്യയിലെ ജ്യോതിശാസ്ത്ര വിജ്ഞാനം ഉണ്ടാക്കിയ വലിയ കുതിപ്പാണ്. ഈ ജ്യോതിശാസ്ത്രം നമുക്കില്ല. മറിച്ച് വരാഹമിഹിരനുണ്ടാവും, നമുക്ക് ഹോരാശാസ്ത്രം ഉണ്ടാവും, ഫലപ്രവചനം ഉണ്ടാവും, ആണ്ടുനാളും മുഹൂർത്തവും നോക്കലുണ്ടാവും. ഞാൻ പറഞ്ഞത് അടിസ്ഥാന വിജ്ഞാനത്തിൻ്റെ ഭൗതികതയെ ദേശീയ പാരമ്പര്യം എന്ന നിലയിൽ ഇന്ത്യ ഉൾക്കൊള്ളുകയുണ്ടായില്ല. ഇങ്ങനെ ആധുനിക ഇന്ത്യയുടെ ദേശീയതാബോധ നിർമ്മിതിയുടെ മൗലികമായ 3 വൈരുദ്ധ്യങ്ങളായിട്ട് അമർത്യാസൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ 3 പുറന്തള്ളലുകളാണ്. ബ്രാഹ്മണേതര മതപാരമ്പര്യങ്ങൾ, തദ്ദേശീയമായ വിജ്ഞാന വൈഭവ രൂപങ്ങൾ, ഒപ്പം തന്നെ ഭൗതികമായ ജ്ഞാനരൂപങ്ങൾ. ഈ 3 പുറന്താക്കപ്പെട്ട 3 ഘടകങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ 3 ഘടകങ്ങളെയും നിങ്ങൾക്ക് ബ്രാഹ്മണൈസ് ചെയ്യാൻ പറ്റില്ല, ബ്രാഹ്മണീകരിക്കാൻ പറ്റില്ല. ഹിന്ദുത്വത്തിൻ്റെ ഒരു സാംസ്കാരിക മൂലധനമാക്കി കാമസൂത്രത്തെ മാറ്റിയെടുക്കൽ എളുപ്പമല്ല, വർലി പെയിൻറ്റിങ്ങിനെ മാറ്റിയെടുക്കൽ എളുപ്പമല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അതായത് ബ്രാഹ്മണീകരണത്തിന് വിധേയമാകാത്ത ഭൗതികമായ ചരിത്രത്തിലെ ആഴത്തിൽ പ്രവർത്തിച്ച നമ്മുടെ ഭൂതകാല നിക്ഷേപങ്ങളെ മാർജിനലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ അദൃശ്യവൽക്കരിക്കുകയോ ചെയ്യുകയും ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു മൂല്യവ്യവസ്ഥയും അതിൻ്റെ ആശയപ്രപഞ്ചവും എത്രയെങ്കിലും ഉയർന്നു വരികയും ചെയ്തു. ഇപ്പോൾ കൊസാംബി സംസ്കൃതത്തിലെ വിജ്ഞാന പാരമ്പര്യത്തെക്കുറിച്ച് നടത്തുന്ന വളരെ രസമുള്ളൊരു ഒബ്സർവേഷൻ ഉണ്ട്. കൊസാംബി പറയുന്നത് ഈ ശ്ലോകങ്ങളുടെ അർത്ഥമൊക്കെ തലനാരിഴകീറി പരിശോധിക്കുന്ന 100 കണക്കിന് പഠനങ്ങളും ഗ്രന്ഥങ്ങളും ഉണ്ടാക്കിയ സംസ്കൃത ഭാഷ ആശാരിമാർക്കോ കൊല്ലന്മാർക്കോ അതുപോലെ കൈക്കൊണ്ട് പണിയെടുക്കുന്ന മനുഷ്യർക്കോ പ്രയോജനപ്രദമായ അറിവുള്ള ഉണ്ടാക്കുന്ന ടെക്സ്റ്റുകളൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കിയില്ല. ഇത് ഞാനൊരു കുറ്റമായിട്ട് പറയില്ല. ഈ ടെക്സ്റ്റൽ ട്രഡീഷൻ നിൽക്കുകയും മറ്റത് പോവുകയും ചെയ്തു. അപ്പം നിന്ന ട്രഡീഷൻ എന്ത് പറ്റുമെന്ന് വെച്ചാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ബ്രാഹ്മണ്യമായിട്ട് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റും. യജ്ഞയാഗങ്ങളുടെ അല്ലെങ്കിൽ ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു സാംസ്കാരിക ഭൂതത്തെ സാധൂകരിക്കുന്ന വിജ്ഞാനങ്ങളെ സ്വാംശീകരിക്കുകയും അവയൊക്കെ തന്നെ കൺഫ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ ഉപനിഷത്ത് എന്ന് പറഞ്ഞ കൊട്ടത്താപ്പിന് പറയുന്നല്ലാതെ പ്രാചീന ഉപനിഷത്തുകളും പിൽക്കാല ഉപനിഷത്തുകളും തമ്മിൽ മൂല്യപരമായുള്ള വ്യത്യാസമൊന്നും ഉപനിഷത്തിനെക്കുറിച്ചുള്ള ചർച്ചയിൽ ആരും പറയാറില്ല. ഇപ്പം അംബേദ്കർ റിഡിൽസ് ഓഫ് ഹിന്ദുയിസത്തിൽ അത് നിരീക്ഷിക്കുന്നുണ്ട്. പ്രാചീന ഉപനിഷത്തുകളിലുണ്ടായിരുന്ന ഒരു തരം ഇഗാലിറ്റേറിയനിസത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് അംബേദ്കർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ചർച്ചയിൽ ഉപനിഷത്ത് ഒന്നായി, വേദങ്ങളൊന്നായി, ഇതെല്ലാം ഒരു ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു ഒറ്റ യുക്തിയിലേക്ക് സംഗ്രഹിക്കപ്പെടുന്ന നില വരികയും ചെയ്തു. അങ്ങനെ ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ഭൂതകാലത്തെ ഹിന്ദുത്വത്തിൻ്റെ ഒരു സാംസ്കാരിക നിക്ഷേപമാക്കി മാറ്റുന്ന മട്ടിലുള്ള ഒരു ദേശീയ വ്യവഹാരം ഉണ്ടായി. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ദേശീയതയ്ക്കുള്ളിൽ തന്നെ ഒരു സ്കിസോഫ്രീനിക്കായ ഒരു വിഭക്താവസ്ഥ നിലവിൽ വരുന്നു. രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരളവോളം നമ്മൾ എന്തു ചെയ്യുന്നു, മതനിരപേക്ഷതയെ നിലനിർത്തുന്നു. പക്ഷേ സാംസ്കാരിക ഭൂതത്തിൽ ആ മതനിരപേക്ഷത ഫങ്ഷൻ ചെയ്യുന്നില്ല. ഈ വൈരുദ്ധ്യം എവിടെ പൊട്ടിത്തെറിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ മണ്ഡലത്തിലെ മതനിരപേക്ഷമായ ഒരു ബലം ദുർബലമാകുന്നൊരു ഘട്ടത്തിൽ ഈ സാംസ്കാരിക ഭൂതം പുറത്ത് ചാടുകയും അത് രാഷ്ട്രീയ മണ്ഡലത്തെ വിഴുങ്ങുകയും ചെയ്യും. 1990കളിൽ സംഭവിക്കുന്നത് അതാണ്. 50കൾ മുതൽ വാസ്തവത്തിൽ ഒരു 3 പതിറ്റാണ്ട് ഞാൻ വ്യക്തിപരമായി കരുതുന്നത് വിഭജന സമയത്ത് ഇന്ത്യയെ മതരാഷ്ട്രത്തിൽ നിന്ന് രക്ഷിച്ചത് ഒറ്റ കാര്യമാണ്, അത് ഗാന്ധിയുടെ രക്തസാക്ഷിത്വമാണ്.
ഗാന്ധിയുടെ രക്തസാക്ഷിത്വം ഇല്ലായിരുന്നുവെങ്കിൽ 1950 ഒരു മതരാഷ്ട്രത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയുമായിരുന്നില്ല. അത്രമേൽ വർഗീയവൽക്കരിക്കപ്പെട്ട, ഇപ്പോൾ പട്ടാളത്തെ നിയോഗിക്കണം, പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തണം കലാപത്തെ എന്ന് പറയുന്ന സമയത്ത് നെഹ്റു നിസ്സഹായനായി പറയുന്ന ഒരു കാര്യം അവർ അനുസരിക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, സവർക്കർക്കെതിരായ കുറ്റവിചാരണയുടെ സമയത്ത് ഗാന്ധി വധത്തിൻ്റെ 2 ദിവസം മുമ്പും ഗാന്ധിക്കെതിരെ ബോംബെറിഞ്ഞ 1948 ജനുവരി 20 4 ദിവസം മുമ്പും ഈ നാരായണ ആപ്തെയും ഗോഡ്സെയും ഒക്കെ ദിഗംബർ ബഡ്ഗയും സവർക്കറെ പോയി കാണുന്നുണ്ട്. ആ കണ്ട കാര്യം മൊഴിയായിട്ട് 1948 ഫെബ്രുവരിയിൽ ബോംബെ പോലീസിൻ്റെ പക്കലുണ്ട്. പക്ഷേ ആ മൊഴി ഡൽഹി കോടതിയിൽ വിചാരണ സമയത്ത് വന്നില്ല. കൊറോബറേറ്റീവ് എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് സവർക്കർ വിട്ടയക്കപ്പെട്ടത്. കൊറോബറേറ്റീവ് എവിഡൻസ് ഉണ്ടായിരുന്നു. ആ എവിഡൻസ് ബോംബെ പോലീസിൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ അത് ഡൽഹിയിലെത്തിയില്ല. പിന്നീട് കപൂർ കമ്മീഷൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇത് പറയുന്നുണ്ട്. എന്തുകൊണ്ട് അത് വരാതെ പോയി എന്ന കാര്യം കപൂർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് അന്ന് കമ്മ്യൂണലൈസ് ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ കമ്മ്യൂണലായി തീർന്ന പോലീസും ഭരണ സംവിധാനങ്ങളും നിൽക്കുന്ന സമയത്താണ് ഏതാണ്ട് ഒറ്റയ്ക്കൊരാളായിട്ട് ഈ മനുഷ്യൻ 78 വയസ്സെത്തിയ കാറ്റടിച്ചാൽ മരിച്ചു പോകാവുന്ന അത്രയും ദുർബലമായ ശരീരം കൊണ്ട് ഗാന്ധി വാസ്തവത്തിൽ ഇന്ത്യയെ തിരിച്ചു പിടിച്ചത്. അല്ലെങ്കിൽ 50കളിൽ തന്നെ ഈ രാജ്യം മതരാഷ്ട്രമാകാനുള്ള എല്ലാ സങ്കീർണതകളിലും എത്തിയിരുന്നു. അതിൻ്റെ ബലം കൊണ്ട് നമ്മൾ ഏതാണ്ട് ഒരു 3-4 പതിറ്റാണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലെ മതനിരപേക്ഷതയെ കുറച്ചൊക്കെ നിലനിർത്തി. പക്ഷേ ഒരു ഘട്ടത്തിലും നമുക്ക് നമ്മുടെ സാംസ്കാരിക ഭൂതത്തെ മതനിരപേക്ഷമാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നിലപാടിന് ഈ സാംസ്കാരിക ഭൂതത്തെ അപ്രോപ്രിയേറ്റ് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും ഉയർന്നു വരാൻ പറ്റും. 1952 തെരഞ്ഞെടുപ്പിൽ ജനസംഘത്തിന് 4 സീറ്റോ മറ്റാണോ ഉള്ളത്. 84 തെരഞ്ഞെടുപ്പിൽ BJPക്ക് 2 സീറ്റാണുള്ളത്. പക്ഷേ 90കളാവുമ്പോഴേക്കും അത് 150 സീറ്റായി. അതായത് രാഷ്ട്രീയമായി പരാജയപ്പെട്ടു എന്നതുകൊണ്ട് ഹിന്ദുത്വം പരാജയപ്പെടില്ല. അതാണ് ഇതിൻ്റെ ആധാരം. കാരണം ഹിന്ദുത്വത്തിൻ്റെ വേര് പൊളിറ്റിക്കൽ ഡൊമൈനിലല്ല, ഹിന്ദുത്വത്തിൻ്റെ വേര് ഇന്ത്യൻ ദേശീയതയുടെ സാംസ്കാരിക ഭൂതത്തിലാണ്. ആ ഭൂതത്തെ മതനിരപേക്ഷവൽക്കരിക്കാതെ നിങ്ങൾക്ക് ഹിന്ദുത്വത്തിനെതിരായ സമരത്തെ അന്തിമ വിജയത്തിലെത്തിക്കാൻ കഴിയില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ സെക്കുലർ ശ്രമങ്ങൾ ഏറിയ പങ്കും ഈ മണ്ഡലത്തിലേക്ക് കടക്കാതിരിക്കുകയും രാഷ്ട്രീയ മണ്ഡലത്തിലെ കക്ഷികൾ തമ്മിലുള്ള ചേർച്ചകൾ, തെരഞ്ഞെടുപ്പ് മത്സരങ്ങൾ, അതൊന്നും മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറയണത്, അതെല്ലാം ആവശ്യമാണ്. പക്ഷേ അവിടം കൊണ്ട് അവസാനിക്കില്ല. അതെല്ലാം അതിൻ്റെ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻസിൻ്റെ ഡൊമൈനിലുള്ള സെക്കുലർ അറ്റംപ്റ്റുകളാണ്. അതിൻ്റെ കോറ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭൂതകാലത്തിൻ്റെ പ്ലൂരാലിറ്റിയെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നതാണ്. അതിനൊരു ലാർജർ പ്രോജക്റ്റ് ആവശ്യമുണ്ട്. ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ആ ലാർജർ പ്രോജക്റ്റ് 3 കാര്യങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കണം എന്ന് ഞാൻ കരുതുന്നു. ഒന്ന്, ഈ പറയുന്ന രാഷ്ട്രീയ മണ്ഡലത്തിലെ അന്യോന്യമുള്ള സൗഹൃദം, അന്യോന്യമുള്ള സഹകരണം, സെക്കുലർ പൊസിഷന് വേണ്ടിയിട്ടുള്ള വിശാലമായൊരു രാഷ്ട്രീയ ഐക്യം എന്നത് ഇപ്പോൾ അതേതാണ്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ ഭൂതകാലത്തിൻ്റെ മതനിരപേക്ഷവൽക്കരണം എന്ന് പറയുന്നൊരു ലാർജർ പ്രോജക്റ്റ് ഏതാണ്ട് പൂർണ്ണമായിട്ടും കൈയൊഴിയപ്പെട്ട നിലയിലാണ് ഇപ്പോഴും തുടരുന്നത്. ഇതാരും ഏറ്റെടുക്കുന്നില്ല, ആരും പറയുന്നില്ല. ഒറ്റതിരിഞ്ഞ് പണ്ഡിതന്മാർ പറയണ്ടാവും, സ്കോളേഴ്സ് പറയും. ഈ സ്കോളേഴ്സ് പറയുന്നതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ, നാട്ടുകാർ പറയണം. നാട്ടിൽ ഓരോ കവലയിലും നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ ഈ പങ്കുവയ്ക്കലുണ്ട് എന്ന് പറയണം. നിങ്ങളുടെ ഈ ദൈവത്തിൻ്റെ കാലിൽ അമ്പുകൊണ്ട് മരിച്ച ദൈവമുണ്ടല്ലോ, ആ കാലിൽ അമ്പുകൊണ്ട് മരിച്ച ദൈവത്തെപ്പോലൊരു ദൈവം ഗ്രീസിലുണ്ടെന്നറിയണം. അപ്പോൾ പിന്നെ കുറച്ചൊരാശ്വാസം കിട്ടും. മനസ്സിലായോ? ഈ കൃഷ്ണൻ്റെ കാലിൽ അമ്പുകൊണ്ട് മരിച്ചതുപോലെ അക്കിലസ് അമ്പുകൊണ്ട് മരിച്ചിരുന്നു എന്ന്, അല്ലെങ്കിൽ യമുനയെ ബലരാമൻ വഴിമാറ്റി ഒഴുക്കിയതുപോലെ അവിടെ ഒരാൾ നദിയെ വഴിതിരിച്ച് വിട്ടിരുന്നു എന്ന്, നാറാണത്ത് ഭ്രാന്തനെ പോലെ ഒരു ഭ്രാന്തൻ ഗ്രീസിലും ഉണ്ടായിരുന്നു എന്ന്, മകനെ ഉളിയെറിഞ്ഞു കൊന്ന ഒരു തച്ചൻ ഗ്രീക്ക് പുരാണത്തിലുണ്ട് എന്ന് നമ്മൾ പറയുകയും പൊതുബോധത്തിൽ അതിനെ സ്ഥാപിച്ചെടുക്കുകയും വേണം. നിങ്ങളുടെ വീട്ടുമുറ്റത്തിരിക്കുന്ന കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു കലത്തിൻ്റെ അതേ മാതൃകയും അതേ നിർമ്മാണക്രമവും മെസപ്പൊട്ടോമിയയിൽ നിന്നോ അസീറിയയിൽ നിന്നോ BC 2000-ലോ 3000-ലോ കിട്ടുന്ന കലത്തിലുണ്ട്. വത്തിക്കാൻ മ്യൂസിയത്തിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും.
അങ്ങനെയുള്ള, അതായത് ഈ പങ്കുവെപ്പിൻ്റെ വിപുലമായ ഒരു ചരിത്രത്തെ നമ്മുടെ പൊതുബോധത്തിൽ സന്നിവേശിപ്പിക്കുക എന്നത് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഫാഷിസത്തെക്കുറിച്ച് മുസോളിനി പറയുന്നൊരു വാക്യമുണ്ട്. ഫാഷിസം അതിതീവ്ര ദേശീയതയൊക്കെയാണ്, പക്ഷേ മുസോളിനിയുടെ ഒബ്സർവേഷനിൽ അദ്ദേഹം പറയുന്നൊരു പ്രധാന പോയിൻ്റ്, ഫാസിസം എന്ന് പറയുന്നത് മൂലധനവും ഭരണകൂടവും തമ്മിലുള്ള സമ്പൂർണ്ണ ഐക്യമാണ്. അതുകൊണ്ട് നിയോ ലിബറൽ മൂലധന ചൂഷണത്തിന് ഇരയാകുന്ന മനുഷ്യരുടെ നാനാതരത്തിലുള്ള പ്രതിരോധങ്ങളെ കൂടി നമ്മൾ ഈ ഫാഷിസത്തിനെതിരായിട്ടുള്ള സെക്യുലർ റിക്ലൈമിങ്ങിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഈ മൂന്ന് ഘടകങ്ങളെ ചേർക്കുന്ന വിപുലമായ ഒരു പരിപ്രേക്ഷ്യവും ആ പരിപ്രേക്ഷ്യത്തെ മുൻനിർത്തിയുള്ള ഒരു കാര്യപരിപാടിയും ഉണ്ടാക്കിയെടുക്കുക എന്നത് വാസ്തവത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ദൗത്യം ഏറ്റെടുക്കാൻ ഇന്ത്യയിലെ മതനിരപേക്ഷ ശക്തികൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ അതിൽ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. നിർഭാഗ്യവശാൽ നമ്മുടെ മതനിരപേക്ഷ പ്രവർത്തനങ്ങളുടെ ഒരു ദൗർബല്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാനത്തെ ശരി താനാണ് എന്ന് ഏതാണ്ട് എല്ലാവർക്കും ഉറപ്പുള്ളതുകൊണ്ട് താനൊഴികെ ബാക്കി എല്ലാവരും തൻ്റെ ശത്രുക്കളാണെന്ന് കരുതി അന്യോന്യം പടവെട്ടി മരിക്കാൻ ഇങ്ങനെ വാളോങ്ങി നിൽക്കുന്ന അന്തസാരശൂന്യമായ ഒരു തരം കിക്സോട്ടിക് യുദ്ധത്തിലാണ് നമ്മുടെ വലിയൊരു വിഭാഗം ആളുകൾ ഏർപ്പെട്ടുള്ളത്. നോക്കൂ, നിങ്ങൾക്ക് അങ്ങനെയൊന്നും അന്യോന്യം പടവെട്ടാനുള്ള ഒരു അന്തരീക്ഷവും ഒരു ഉദാരതയും ഈ ലോകം നിങ്ങൾക്ക് നൽകുന്നില്ല. നോക്കൂ, നമുക്ക് ചേർന്ന് നിൽക്കാനായിട്ട് 10 കാരണങ്ങളും വിയോജിക്കാൻ ഒരു കാരണമുണ്ടെങ്കിൽ ആ വിയോജിക്കാനുള്ള ഒരു കാരണത്തെ പ്രധാനമായി കാണുന്നത് ഇന്നത്തെ കാലത്ത് സാമൂഹ്യമായ കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യം പക്ഷേ നമ്മൾ പലപ്പോഴും ഏറ്റെടുക്കാറുണ്ട്. അതൊഴിവാക്കിക്കൊണ്ട് ഞാൻ ഈ പറയുന്ന ഐക്യബോധത്തിൻ്റെ ഒരു സംശയം വേണ്ട കേട്ടോ, ഈ രാജ്യത്തിൻ്റെ സുദീർഘ ചരിത്രം അതിദീർഘമായ പങ്കുവയ്പ്പുകളുടെ ചരിത്രമാണ്. ഞാനിത് എത്രയെങ്കിലും വിശദീകരിക്കാൻ കഴിയുന്ന ഒരാശയമാണ്, സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ ഞാനത് നിർത്തുകയാണ്. ആ പങ്കുവയ്പ്പിൻ്റെ ചരിത്രത്തെ നമ്മുടെ ജനതയുടെ പൊതുബോധത്തിൻ്റെ അടിക്കല്ലാക്കി മാറ്റണം. ഞാൻ ഒരു വാക്യം ഇവിടെ പറയാം. മാർക്സ് പറയുന്ന ഒരു ഗംഭീര നിരീക്ഷണമുണ്ട്. ആൻ ഐഡിയ ബിക്കംസ് എ മെറ്റീരിയൽ ഫോഴ്സ് വെൻ ഇറ്റ് ഗ്രിപ്സ് ദ മാസ്. ജനങ്ങൾക്ക് മേൽ പിടിമുറുക്കിയാൽ ആശയങ്ങൾ ഭൗതിക ശക്തികളാണ്. ജനങ്ങൾക്ക് മേൽ പിടിമുറുക്കിയ ഒരാശയമായിട്ടാണ് ഇന്ന് ഹിന്ദുത്വം ഭൗതിക ശക്തിയായി പ്രവർത്തിക്കുന്നത്. ഈ ആശയത്തെ തിരിച്ചിടാൻ പറ്റണം. ഈ ആശയത്തെ തിരിച്ചിടണമെങ്കിൽ രാഷ്ട്രീയ മണ്ഡലത്തിലും പ്രത്യയശാസ്ത്രത്തിൻ്റെ മണ്ഡലത്തിലും സമ്പദ് ശാസ്ത്രപരമായ തലത്തിലും ചേർന്ന് നിൽക്കുന്ന വിപുലമായ ഒരു പ്രതിരോധ പദ്ധതിയെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ദേശീയതാ വ്യവഹാരം ജന്മം നൽകുന്ന ഭൂതകാലത്തിന് പുറത്ത് നമ്മുടെ ഭൂതകാലത്തിൻ്റെ വൈവിധ്യത്തെ, ബഹുത്വത്തെ സ്ഥാപിച്ചെടുക്കണം. അത് ടെക്സ്റ്റ് ബുക്കിലല്ല, ജീവിതബോധ്യത്തിൽ. അതിനുള്ള പരിശ്രമമാണ് വാസ്തവത്തിൽ മതനിരപേക്ഷതയെ വീണ്ടെടുക്കാനുള്ള വഴി എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ സമയം 4:45 ആയതുകൊണ്ട് നമുക്കൊരു 10 മിനിറ്റെങ്കിലും ചർച്ചയ്ക്ക് കൂടി വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. മാഷെ, ഇപ്പം നമ്മൾ ഇപ്പോൾ മതനിരപേക്ഷതയെ വീണ്ടെടുക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഇപ്പം ചർച്ച ചെയ്തത്. അതിൽ ആദ്യത്തെ സംശയം, മതനിരപേക്ഷതയാണോ വേണ്ടത് അതോ മത ഇതരത്വമാണോ വേണ്ടതെന്നൊരു സംശയമുണ്ട്. എൻ്റെ മാത്രം സംശയമാണ്. രണ്ടാമത് ഒരു ചെറിയ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അപ്പോൾ മാഷ് പറഞ്ഞു പറ്റാവുന്ന എല്ലാവരും 100 കാരണം 99 കാരണം ഉണ്ടെങ്കിൽ യോജിക്കാവുന്ന ഒരു കാരണം ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ യോജിച്ച് ഒരു വലിയ ശക്തിയോട് എതിരിടുക എന്നുള്ളതാണ്. ഇപ്പോൾ പണ്ട് അടിയന്തരാവസ്ഥ സമയത്ത് ജനസംഘത്തിന് കൂടെ കൂട്ടിയിട്ടുണ്ട്. അവരെന്നും പറയുന്നത് ഫാഷിസത്തിനെതിരെ ഞങ്ങൾ പോരാടിയത്, അന്ന് ഞങ്ങളുടെ പൂർവികർ പോരാടിയത് നിങ്ങളുടെ കൂടെയായിരുന്നു എന്നാണ് ഇടതുപക്ഷത്തെ മറ്റുള്ളവരെ നോക്കിയിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ സാഹചര്യത്തിൽ SDPI, പോപ്പുലർ ഫ്രണ്ട്, അതുപോലെ മൗദൂദികൾ, അവരെ പോലെയൊക്കെയുള്ള ന്യൂനപക്ഷ വർഗീയത പച്ചയായിട്ട് തന്നെ പറഞ്ഞ ആൾക്കാരെ ഇത് വലിയ ഹിന്ദുത്വ വർഗീയത മാഷ് പറഞ്ഞു. ഹിന്ദുത്വ വർഗീയത മാഷ് ഇപ്പോൾ നിരപേക്ഷത വീണ്ടെടുക്കുന്ന കാര്യത്തിൽ മാഷ് പറഞ്ഞു. പക്ഷേ അതല്ലാതെ വേറൊരു വർഗീയത കൂടെ ഉണ്ടല്ലോ സാറേ. മാഷ് അത് പറഞ്ഞിട്ടില്ല. ഒരു വർഗീയത മാത്രം ഇപ്പോൾ മാഷ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ, മറ്റേ ഞാൻ ആരും കേട്ടെന്ന് ഇവിടെ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണല്ലോ. അതും കൂടെ ആയിരുന്നു ചോദ്യം. ഇപ്പോൾ പറയുന്നത് ഹിന്ദുത്വ ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഭരണം കിട്ടിയതാണ്, മറ്റവർക്ക് ഇനി ഭരണം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തൽക്കാലം പയ്യെ പറഞ്ഞാൽ മതി, നമ്മളത് ഇതിനെ നേരിടുക, ഇതാണ് വലിയ പ്രശ്നം, ഇതിനെ നേരിടുക, എന്നിട്ട് നമുക്ക് മറ്റത് വരുമ്പോൾ നമുക്ക് പറയാം. ഒരു വിഭാഗം പറയുന്നുണ്ട്, രണ്ടാമത് വിഭാഗം പറയുന്നത് അങ്ങനെ പോരാ, വർഗീയതയ്ക്ക് അങ്ങനെ ന്യൂനപക്ഷം ഭൂരിപക്ഷം ഒന്നുമില്ല, വർഗീയതയാണ്, അതിനെ തുലാസിൽ തൂക്കി നോക്കിയല്ലാതെ കൃത്യമായിട്ട് തന്നെ കണ്ടിട്ട് അതിനെ എതിർക്കണം എന്ന് 2 പക്ഷമുണ്ട്. ഇതിൽ മാഷ് ഏത് പക്ഷത്താണെന്നും ആദ്യം തന്നെ ചോദ്യമുണ്ട്. ഓക്കെ, താങ്ക് യു. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? മതേതരത്വമാണോ വേണ്ടത്, മതനിരപേക്ഷതയാണോ വേണ്ടത്? മനസ്സിലായി.
അല്ല, ഞാനതിൽ മതനിരപേക്ഷത ഈ വാക്കുകൾ തമ്മിലുള്ള അർത്ഥവ്യത്യാസത്തേക്കാൾ ഊന്നലിലുള്ള വ്യത്യാസമാണ്. മത ഇതരം എന്ന് പറയുന്ന സമയത്ത് മതത്തെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ നെഗേറ്റ് ചെയ്യുന്നു എന്നൊരു സൂചനയുണ്ട്. മതനിരപേക്ഷത എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു മതത്തെ സവിശേഷമായി ആശ്രയിക്കാതെയോ പരിഗണന കൊടുക്കാതെയോ എല്ലാ മതങ്ങൾക്കും തുല്യ ഇടം കൊടുക്കുന്നൊരു സംവിധാനമെന്ന് മതനിരപേക്ഷത എന്ന വാക്കിനെ നമുക്ക് വ്യവച്ഛേദിച്ചെടുക്കാം. അതിൽ മതനിരപേക്ഷം എന്ന ഊന്നലിനായിരിക്കും ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രവർത്തനക്ഷമത ഉണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ മതവിശ്വാസി ആയതുകൊണ്ടല്ല, പക്ഷേ ഇന്ത്യൻ സമൂഹം 90% മതവിശ്വാസികളാണ്. അവരുടെ മതവിശ്വാസത്തെ കൂടി മതനിരപേക്ഷമാക്കിക്കൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഇന്ത്യൻ സമൂഹത്തെ മതനിരപേക്ഷമാക്കാൻ പറ്റില്ല. ബാക്കിയൊക്കെ നിങ്ങൾക്ക് സെമിനാറിൽ പേപ്പർ ചെയ്യാവുന്നേ ഉള്ളൂ. അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. നാട്ടുകാർ വർഗീയവാദികളായി പോകും. അതുകൊണ്ട് ഈ മതനിരപേക്ഷതയെ നിലനിർത്തണമെങ്കിൽ വിശ്വാസത്തിൻ്റെ മണ്ഡലത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് മതേതരം എന്നതിനേക്കാൾ EMS പണ്ട് ഈ വാക്കുകളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. മതനിരപേക്ഷം എന്ന ഊന്നൽ പ്രധാനമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ വിശ്വാസിയെ പുറത്ത് നിർത്തിയിട്ട് നിങ്ങൾക്ക് മതനിരപേക്ഷതയെ ഇന്ത്യയിൽ സ്ഥാപിച്ചെടുക്കൽ എളുപ്പമല്ല എന്നുള്ളതുകൊണ്ടാണ്. അത് വിശ്വാസത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചോ അതിൻ്റെ എന്താ പറയുക പൗരോഹിത്യ ആശ്രയങ്ങളെക്കുറിച്ചിട്ടോ അതിൻ്റെ അനുഷ്ഠാന ക്രിയകളെയൊക്കെ അതേപടി അംഗീകരിക്കുന്നു എന്ന അർത്ഥത്തിലേ അല്ല, മറിച്ച് നാം ഇപ്പോൾ നടത്തേണ്ട ഇമ്മീഡിയറ്റായ ഇടപെടൽ എന്ന അർത്ഥത്തിലാണ്. രണ്ടാമത്തെ കാര്യം, എല്ലാ വർഗീയതയും ഒരുപോലെയല്ല. സംശയരഹിതമായും എല്ലാ വർഗീയതകളും എതിർക്കപ്പെടേണ്ടതാണ്, പക്ഷെ ഒരുപോലെയല്ല. ഒരുപോലെ അല്ലാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിനൊരു അടിസ്ഥാന തത്വം പറയാം. സമൂർത്ത സാഹചര്യങ്ങളുടെ സമൂർത്തമായ വിശകലനമേ നമ്മൾ നടത്താവൂ. നമ്മുടെ കോണ്ടെക്സ്റ്റിൽ എന്ത് ഫങ്ഷൻ ചെയ്യുന്നു എന്നത് പ്രധാനമാണ്. ആ കോണ്ടെക്സ്റ്റിനെ കൂടി പരിഗണിച്ചുകൊണ്ടേ നമുക്ക് ഇടപെടാൻ പറ്റൂ. താത്വികമായി നമുക്ക് പറയുന്ന ഒരാശയം അതേപടി ഫങ്ഷണലാവണമെന്നില്ല. കാരണം ഫങ്ഷണലാകുന്ന സമയത്ത് നിങ്ങൾ പരിഗണിക്കാത്ത വേറെ ഘടകങ്ങൾ കയറി വരും. അതുകൊണ്ട് അബ്സ്ട്രാക്റ്റായ ഒരു തത്വവും അതിൻ്റെ പ്രായോഗിക നിർവഹണവും തമ്മിൽ അകലമുണ്ടാവും. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും വർഗീയത ന്യായമാണെന്നല്ല. ഒരു വർഗീയതയെ ന്യായമല്ല. എല്ലാ വർഗീയതകളോടും വിട്ടുവീഴ്ചയില്ലാതെ എതിരിടേണ്ടതുണ്ട്. ഏത് വർഗീയതയും ഏറിയും കുറഞ്ഞും പരസ്പര പൂരകമാണ്. അതിലൊന്നും എനിക്കൊരു സംശയമില്ല. ഏത് വർഗീയതയും അന്യോന്യം പൂരിപ്പിക്കുകയാണ്. പഴയ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ പറഞ്ഞിരുന്ന, ഞാനൊരു വയസ്സനായി നിങ്ങൾക്ക് പറയാമല്ലോ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നൊരു വാക്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്യോന്യം തിന്ന് നശിക്കുകയല്ല, പരസ്പരം തിന്ന് വളരുകയാണ് എല്ലാ വർഗീയതകളും. തമ്മിൽ പൊരുതി മരിക്കുകയല്ല, അന്യോന്യം ഭക്ഷിച്ച് വളരുന്ന ശക്തികളാണ് എന്ന് വർഗീയതകളെക്കുറിച്ച് പൊതുവായ അക്കാലത്തൊരു ഒബ്സർവേഷൻ ഉണ്ട്. അത് സാധുവാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള മൂർത്ത പ്രശ്നത്തെ നമ്മൾ മാറ്റി വച്ചിട്ട് നമ്മൾ അവസാനം വരാനിരിക്കുന്ന ഇഷ്യൂ കൂടി ഇതോടൊപ്പം പരിഗണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഈ ദൈവമാണോ പ്രധാനം അതോ നമ്മുടെ പട്ടിണിയാണോ പ്രധാനം എന്ന ചോദ്യത്തിൻ്റെ മുമ്പിലെ പഴയ ഉത്തരമാണ്. അപ്പോൾ ഞാൻ മാർസിൻ്റെ ഒരു വാക്യം പറയാം. ഇഫ് യു വാണ്ട് ടു അവോയ്ഡ് ആൻ ഇല്യൂഷൻ അബൌട്ട് ആൻ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫെയർ, ഫസ്റ്റ് ഓഫ് ആൾ യു ഹാവ് ടു അവോയ്ഡ് ദ സ്റ്റേറ്റ് ഓഫ് അഫെയർ വിച്ച് ഡിമാൻഡ്സ് ആൻ ഇല്യൂഷൻ എന്ന് പറയും. ഒരവസ്ഥയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഇല്ലാതാക്കണമെങ്കിൽ തെറ്റിദ്ധാരണ വേണ്ടി വരുന്ന അവസ്ഥയെ ഇല്ലാതാക്കണം. അല്ലാതെ തെറ്റിദ്ധാരണയെ തർക്കിച്ചില്ലാണ്ടാക്കി കഴിഞ്ഞാൽ വിഷയം അവിടെ ബാക്കി നിൽക്കും, തർക്കം തീരും. അതുകൊണ്ട് തർക്കത്തിലല്ല, സെറ്റിൽ ചെയ്യേണ്ടത് അതിൻ്റെ കോൺക്രീറ്റ് സിറ്റുവേഷനിലാണ്. അവിടെ വരുമ്പോൾ ഏത് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രധാനമാവും. അത് ഇന്ത്യൻ സാഹചര്യത്തിലാണെന്നേ ഉള്ളൂ. അത് മറ്റേതെങ്കിലും ഒരു മതന്യൂനപക്ഷപരമോ അല്ലാത്തതോ ആയ വർഗീയതകൾക്കോ വിഭാഗീയതകൾക്കുള്ള ഒരു സാധൂകരണവുമല്ല. അത് ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഗുഡ് ഈവനിങ് സാറേ. സാറേ, ഒരു സംശയം ചോദിക്കാനുള്ളത്, ഈ പണ്ട് കാലം അടുത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഈ ബ്രാഹ്മണിക്കൽ സൊസൈറ്റി വലിയ പവർഫുൾ ഒന്നുമല്ല. അവർ നമ്പേഴ്സിൽ വളരെ ചെറുതാണ്. എനിക്ക് തോന്നുന്നു വലിയ 5% ഉണ്ടാവുള്ളൂ. എന്നിട്ട് പോലും ഇവർ എങ്ങനെയാണ് ഇത്ര വലിയ ഒരു ശക്തി ഇപ്പോഴും അപ്പോഴും ഒക്കെ ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ പുറത്ത് ചെലുത്തി പോരുന്നത്? നോക്കൂ, ഇവിടെയുള്ളൊരു പ്രശ്നം, ഒരു ബേസിക് കൺഫ്യൂഷനാണ്. ഈ ബ്രാഹ്മണിക്കൽ എന്ന് പറയുന്നത് ബ്രാഹ്മണരുടെ എണ്ണവും ബ്രാഹ്മണർ എന്ന് പറയുന്ന ഒരു ജനവിഭാഗത്തെ മുൻനിർത്തിയതല്ല, ഒരാശയ വ്യവസ്ഥയെ മുൻനിർത്തിയാണ്. ഇപ്പം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എടുത്താൽ വേദോപനിഷത്തുകൾ, ഇതിഹാസ പുരാണങ്ങൾ, ഇവയിലൂടെ വികസിച്ചു വന്നൊരു സാംസ്കാരിക പരിസരം ബ്രാഹ്മണിക്കലാണ്. ബുദ്ധനും ജൈനനും മധ്യകാല ഭക്തി പാരമ്പര്യവും ഇന്ത്യയിലെ പേർഷ്യൻ പാരമ്പര്യവുമൊക്കെ എന്താ പറയുക നോൺ ബ്രാഹ്മണിക്കലായ ഒന്നായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ബ്രാഹ്മണിക്കലായിരിക്കുന്നത് ബ്രാഹ്മണർ മാത്രമല്ല. അതുകൊണ്ട് സംഖ്യാപരമായ ചെറുപ്പം കൊണ്ട് ഇല്ലാതാകുന്നതോ സംഖ്യാപരമായ
ഉൽപാദനപരമായ വലിപ്പം കൊണ്ട് ആധിപത്യത്തിൽ വരുന്നതോ അല്ല പ്രത്യയശാസ്ത്ര വ്യവസ്ഥകൾ. പ്രത്യയശാസ്ത്ര വ്യവസ്ഥകൾക്ക് എന്തുകൊണ്ട് ഈ ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു മേൽക്കോയ്മയിലേക്ക് ഇന്ത്യ, പ്രത്യേകിച്ചും ഇൻഡസ് വാലി പോലെ അതിവികസിതമായൊരു കാർഷിക സംസ്കാരം ഉണ്ടായിരുന്ന ലോകനാഗരികതകളിൽ തന്നെ മെച്ചപ്പെട്ടൊരു നാഗരികത എന്തുകൊണ്ട് പിന്നീട് വന്ന ഈ ആര്യൻ കുടിയേറ്റങ്ങൾക്കും അവരുടെ സാംസ്കാരിക മേൽക്കോയ്മയ്ക്കും കീഴ്പ്പെട്ടു എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് പക്ഷേ നമ്മുടെ ഈ കോണ്ടെക്സ്റ്റിൽ പെട്ടെന്ന് ഉത്തരം പറയാവുന്നതല്ല. അത് നമുക്ക് ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഇൻഡസ് വാലി തകർന്നത്? നേരത്തെ പറയുന്ന ഇൻവേഷൻ തിയറി ഒന്നും ഇപ്പോൾ ആളുകൾ പൊതുവെ സ്വീകാര്യമല്ല. പക്ഷേ കുടിയേറ്റം നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ കുടിയേറ്റത്തിന് മേൽക്കൈ കിട്ടി? അതിന് ഭൗതികമായ ചില ഘടകങ്ങളുണ്ട്. ഇരുമ്പിൻ്റെ ഉപയോഗമുണ്ട്, അല്ലെങ്കിൽ കുതിരയുടെ സാന്നിധ്യമുണ്ട്, അതടക്കമുള്ള പല ഘടകങ്ങളുണ്ട്. എന്തായാലും ഗംഗാതടങ്ങളിലെ കാർഷികവൽക്കരണം വഴി ആര്യൻ എന്ന് വിളിക്കാവുന്ന വിഭാഗങ്ങൾക്ക് മേൽക്കൈ കിട്ടുകയും ഉൽപാദനപരമായ തന്നെ മേൽക്കൈ കിട്ടുകയും അവരുടെ ഒരു പ്രത്യയശാസ്ത്ര സാംസ്കാരിക പരിപ്രേക്ഷ്യം സാമൂഹികമായ സ്വാധീനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ആ പ്രോസസ്സ് വളരെ സങ്കീർണമാണ്. പക്ഷെ പിന്നീട് അത് എന്താ പറയുക, ഏത് അധികാരത്തെയും സാധൂകരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര വ്യവഹാരമായിട്ട് ബ്രാഹ്മണ്യം മാറി. ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഭരണഘടനയെ തൊട്ട് ഭരണഘടനയെ മുൻനിർത്തി സത്യം ചെയ്താലേ നിങ്ങൾ എന്താ പറയുക അധികാരത്തിലെത്തുള്ളൂ ആരായാലും എന്നതുപോലെ പ്രാചീനമായൊരു ഭരണഘടനാ സംവിധാനം പോലെ ഇന്ത്യൻ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നായിട്ട് ബ്രാഹ്മണ്യം എന്ന വ്യവസ്ഥ മാറി. അത് ഭരണഘടന നമ്മൾ വായിച്ചിട്ടോ ഭരണഘടനയെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടോ അല്ല നമ്മൾ ഭരണഘടനയ്ക്ക് അകത്ത് പൗരന്മാരായിട്ടോ പൗരത്വമോ കൈയാളി ജീവിക്കുന്നത്. എന്നതുപോലെ ബ്രാഹ്മണ്യം ഒരു ആവാസ വ്യവസ്ഥയായിട്ട് ഇന്ത്യയിൽ മാറിത്തീർന്നത് കൊണ്ടാണ് അവർക്ക് മേൽക്കൈ കിട്ടിയത്. അത് ബ്രാഹ്മണരുടെ എണ്ണക്കുറവോ എണ്ണ കൂടുതലോ എന്ന നിലയിലല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. മറ്റേ ചോദ്യം കുറെ കൂടി വിപുലമാണ്. അതിന് 1 മണിക്കൂർ ഇനിയും വേണം. സാർ എന്ത്? ഹലോ മാഷ, ഒരു ചോദ്യം ഇവിടെ മാഷെ, ഞാൻ മതനിരപേക്ഷതയിൽ മതം എന്നതിന് ഒരു സ്ഥാനമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം പറഞ്ഞു വരുമ്പോൾ. മാഷിൻ്റെ തന്നെ 2 വാക്കുകൾ കടമെടുത്ത് സംസാരിച്ചുകൊണ്ട്, അതായത് മാഷ് ഹിന്ദു മതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് ഏകത എന്നതാണ്. ഇസ്ലാം മതം സാഹോദര്യത്തിൻ്റെതാണ്, അതുപോലെ തന്നെ ക്രിസ്തു മതം സ്നേഹത്തിൻ്റെതാണ്. നമ്മൾ ഈ ആചാരമായിട്ട് മതം കൊണ്ടു നടക്കുന്നതും ആശയമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുന്നതും, അപ്പോൾ ഈ മൂല്യം ഉണ്ടോ മതത്തിന് യഥാർത്ഥത്തിൽ? മൂല്യങ്ങൾ മതത്തിലുണ്ട്, ഇല്ലയെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കേവല മൂല്യമായിട്ട് ചരിത്രത്തിലൊരു മതവും നിലനിന്നിട്ടില്ല. അതായത് മതത്തെ നിങ്ങൾ എസെൻഷ്യലൈസ് ചെയ്ത് ഇത് മാത്രമാണ് മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ മതം അതല്ല. ഞാൻ പറയാം, മതത്തെ നിങ്ങൾ പ്രൊസീജിയറലായിട്ട് കാണും, ഒരു പ്രക്രിയയായിട്ട് കാണും, ഹിസ്റ്റോറിക്കലായിട്ട് കാണും. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ മതത്തിലും ഏറ്റവും ചുരുങ്ങിയത് 5 കമ്പോണൻസ് ഉണ്ട്. 1 മതത്തിൽ റിച്വൽസ് ഉണ്ട്, 2 മതത്തിൽ തിയോളജി ഉണ്ട്, ദൈവശാസ്ത്രമുണ്ട്, 3 മതത്തിൽ പൗരോഹിത്യമുണ്ട്, 4 മതത്തിന് സ്ഥാപന സംവിധാനങ്ങളുണ്ട്, ആരാധനാലയങ്ങൾ മുതൽ ആശുപത്രി വരെ ആയിട്ട് സ്ഥാപന സംവിധാനങ്ങളുണ്ട്, 5 അതിലൊരു എത്തിക്കൽ കോറുണ്ട്, അതിലൊരു നൈതിക അടിസ്ഥാനമുണ്ട്. ഈ നൈതിക മൂല്യത്തെ മുൻനിർത്തി മതത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നതാണ് നാരായണ ഗുരു മുതലുള്ളവരുടെ വാദം. മറ്റ് ഘടകങ്ങളെ മുൻനിർത്തി മനസ്സിലാക്കിയാൽ ഒരു മതം മറ്റൊരു മതമായിട്ട് ചേരില്ല. ആചാരം കൊണ്ടായാലും ദൈവശാസ്ത്രം കൊണ്ടായാലും ഒന്നും മതങ്ങൾ തമ്മിൽ ചേരില്ല. മറിച്ച് എത്തിക്കൽ കോറാകുന്ന സമയത്ത് മതങ്ങൾ തമ്മിൽ കൺഫ്യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ പരസ്പരം പുറന്തള്ളില്ല, കൂടിയിണങ്ങി നിൽക്കും. ഇങ്ങനെയാണോ മതം നിലനിന്നത്? ചോദ്യം വളരെ വാലിഡായ ചോദ്യമാണ്. കാരണം കേവല മൂല്യമായി സ്നേഹം മാത്രമായിട്ട് ക്രിസ്തുമതം ഉണ്ടോ? നിശ്ചയമായിട്ടില്ല. പക്ഷേ സ്നേഹമാണ് ക്രിസ്തുമതമെന്ന് ക്രിസ്ത്യാനിയോട് പറഞ്ഞ് കുരിശുദ്ധത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദുത്വത്തിൻ്റെ വേട്ടപ്പട്ടികളായി സ്വയം മാറുന്ന കുറേ ആളുകളിൽ നിന്ന് വാസ്തവത്തിൽ സ്നേഹത്തിലേക്ക് ക്രിസ്ത്യാനിയെ മടക്കിക്കൊണ്ടുവരിക എന്നുള്ളത് ക്രിസ്തുമതത്തിനകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു പണിയാണ്. അത് ക്രിസ്തുമതത്തെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. കാരണം ക്രിസ്തുമതം സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞത്, സാഹോദര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്, ഏകത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഗുരു എന്തുകൊണ്ട് അദ്വൈതിയാണെന്ന് ഉറപ്പിച്ച് പറയണു? ഏകം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവും ബ്രഹ്മവും തമ്മിലുള്ള ഏകമാകാം, ഞാനും നീയും തമ്മിലുള്ള ഏകമാകാം. ഞാനും നീയും തമ്മിലുള്ള ഏകമാകുമ്പോൾ ജാതി പോവും, ആത്മാവും ബ്രഹ്മവും തമ്മിലുള്ള ഏകമാകുമ്പോൾ ഒന്നും പോവില്ല. അതുകൊണ്ട് ശങ്കരൻ ആത്മാവും ബ്രഹ്മവും തമ്മിലുള്ള ഏകമെന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു ഞാനും നീയും തമ്മിലുള്ള അപരൻ്റെ ഗുണത്തിനായി വരണം. ഈ അപരം എന്ന് പറയുന്നത് അദ്വൈതത്തെ വളരെ കോൺക്രീറ്റായി സിറ്റുവേറ്റ് ചെയ്യലാണ്. നമ്മുടെ മുമ്പിലുള്ള മനുഷ്യരിലേക്ക് അത് അദ്വൈതത്തെ കൊണ്ടുവന്ന് സിറ്റുവേറ്റ് ചെയ്യലാണ്. മറ്റത് വേറെ ഏതോ ഒരു പ്രശ്നമാണല്ലോ ഈ ബ്രഹ്മമായിട്ടുള്ള താതാത്മ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് മതം എന്ന് പറയുന്നത് ചോദ്യം ശരിയാണ്, കേവലാശയായിട്ട് മതമൊന്നുമില്ല. പക്ഷേ ആശയത്തെ മുൻനിർത്തി മതത്തിൻ്റെ യാഥാസ്ഥിതികത്വത്തെ നമുക്ക് അകമേ നിന്ന് പ്രതിരോധിക്കാൻ കഴിയും. വിശ്വാസമുള്ളവർ അത് ഏറ്റെടുത്ത് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഒരു ചെറിയൊരു ചോദ്യം, ഈ ഗുരു പറഞ്ഞ പോലെ മിശ്രവിവാഹത്തിന് മതനിരപേക്ഷതയിൽ വലിയ സ്ഥാനമില്ലേ? നിശ്ചയമായിട്ടുണ്ട്. കാരണം ഇന്ത്യൻ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ എൻഡോഗമി എന്നാണ് ഉണ്ടാവുന്നത്, സ്വഗോത്ര വിവാഹം.
അന്യവിവാഹങ്ങൾ അനുവദിക്കാത്ത ഒരു രീതിയിൽ നിന്നാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ ജാതിയുടെ വേര് നിൽക്കുന്നത്. അത് ഭേദിക്കണമെന്നുള്ളത് എല്ലാവരും കരുതുന്ന ഒരു കാര്യമാണ്. നിശ്ചയമായിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് മാഷി പറഞ്ഞ വാദത്തിൽ നിന്ന് തന്നെയാണ്. മതനിരപേക്ഷതയാണ് കുറച്ചുകൂടി വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമുക്ക് മനുഷ്യൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രപരമായിട്ട് മനുഷ്യൻ ചാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യനുണ്ട്. അപ്പോൾ മതം ഇപ്പോൾ ഒരു 3 4 എടുത്ത് മാറ്റിയാലും പിന്നെ അടുത്ത കിടക്കുന്ന ഒരു പൊളിറ്റിക്കലായിട്ടുള്ള പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസത്തിൽ നിന്നും ഇപ്പം മാറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ മാറ്റി നിൽക്കുന്ന അതും ഒരു മതത്തിൻ്റെ സ്വഭാവത്തിലേക്ക് ജാതിയുടെ ഒരു കൂട്ടൊക്കെ എന്താ പറയുക പ്രാദേശിക തട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആ മാഷിന് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ആ ഒരു തലത്തിലാണ്. അപ്പോൾ അതിൽ നിന്നും വേർവിട്ട് ഈ മതനിരപേക്ഷതയെ അല്ലെങ്കിൽ ഈ പറയുന്ന സെക്യുലറത്തെ എത്രത്തോളം ശക്തിപ്പെടുത്താൻ പറ്റും എന്നാണ് മാഷി വിശ്വസിക്കുന്നത്? അല്ല, അതിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയൊക്കെ നമ്മൾ മതത്തോട് ഇക്വലൈസ് ചെയ്യുന്നതിലൊരു പ്രശ്നമുണ്ട്. രണ്ടും ചരിത്രഘട്ടത്തിലെ 2 തരം ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അപ്പോൾ നമ്മൾ അതിനെ ഹിസ്റ്റോറിക്കലായിട്ട് അത് തന്നെ ഇതെന്ന് കരുതുന്നതിൽ കുറച്ച് പ്രയാസമുണ്ട്. സെക്യുലറൈസ് ചെയ്യൽ നമ്മളൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ഇപ്പോൾ 950 നമ്മളെടുത്തൊരു മെത്തഡോളജി കൊണ്ട് ഒരു സ്ട്രാറ്റജി കൊണ്ട് ഇന്നത്തെ സെക്യുലറൈസേഷൻ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇറ്റ്സ് ആൻ ഓൺഗോയിങ് സ്ട്രഗിൾ. പക്ഷേ ഞാനതിൽ ഫണ്ടമെൻ്റലായി പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം, ഇന്ത്യയുടെ സാംസ്കാരിക ഭൂതകാലത്തിൻ്റെ ബഹുത്വത്തെ പൊതുബോധത്തിൽ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്നാണ്. ഒരുപക്ഷെ ഏറ്റവും അവഗണിക്കപ്പെട്ട ഒരു ഘടകമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അതിലാണ് വാസ്തവത്തിൽ ഹിന്ദുത്വത്തിൻ്റെ വേര്. അതുകൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചാലൊന്നും ഹിന്ദുത്വം തോക്കില്ല കേട്ടോ. അടുത്ത ആഴ്ച വീണ്ടും വരും. ബഷീർ പറഞ്ഞ പോലെ അവൻ പല വേഷത്തിലും വരും എന്നതുപോലെയാണ്. അഭിനന്ദനങ്ങൾ സുനിൽ. അതിമനോഹരമായ അനാലിസിസ് ആയിരുന്നു. ആരും മനോഹരമായ അനാലിസിസ് ആയിരുന്നു. ആർക്കും യോജിക്കാവുന്ന ഒരു കൺക്ലൂഷനായിരുന്നു. എനിക്ക് ഒരു കമൻറ്റും ഒരു ചോദ്യവുമാണുള്ളത്. കമൻറ്റ് എന്ന് പറയുന്നത്, സുനിൽ, നമ്മൾ ആരെങ്കിലും ഇന്ത്യ ബുദ്ധൻ്റെ നാടാണ് എന്ന് പറയാറുണ്ടോ എന്ന് ചോദിച്ചു. സുനിലിനും ഈ ഓഡിയൻസിനും അറിയാൻ വേണ്ടി ഇന്ത്യൻ ബുദ്ധൻ്റെ നാട് ആണ് എന്ന് പറയുന്ന വലിയൊരു സമൂഹമുണ്ട്. അത് ചൈനീസ് ജനതയാണ്. പ്രത്യേകിച്ചും ചൈനയിലെ പ്രായമായവർ. ഇന്ത്യക്കാർ എന്നും ഈ 62 യുദ്ധം കാരണവും നമ്മൾ ചൈനയും തമ്മിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം ചൈനയെ ഒരു ശത്രു രാജ്യമായി കാണുന്നു. എന്നാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ഒരു സാംസ്കാരിക ബന്ധം നമ്മൾ ഇന്ന് അറിയുന്നില്ല. അവരുടെ മനസ്സിൽ ഇന്നും ഉണ്ട്. ഇന്ത്യയെക്കുറിച്ച് ഏൻഷ്യൻ ചൈനയിൽ ഇന്ത്യയുടെ പേര് വെസ്റ്റേൺ ഹെവൻ എന്നായിരുന്നു. ബിക്കോസ് ബുദ്ധ വാസ് ബോൺ ഇൻ ദ വെസ്റ്റ് ആൻഡ് ബിക്കോസ് ബുദ്ധ വാസ് ഗ്രേറ്റ്, ഇറ്റ് വാസ് കൺസിഡർഡ് ഹെവൻ. അതുകൊണ്ടാണ് ഷ്വൻസാങ് പോലുള്ള ചൈനീസ് പിൽഗ്രിംസ് എല്ലാം ഇന്ത്യയിലേക്ക് വന്നത്. ആ ഒരു വെസ്റ്റേൺ ഹെവൻ തേടി വന്നവരാണ്. അതൊരു ഓഫ് സൈഡ് കമൻ്റാണ്. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, സുനിലിൻ്റെ ആ ഒരു കൺക്ലൂഷൻ കേട്ടപ്പോൾ നമ്മൾ അല്പം വൈകിയാണോ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ആർ വി ബോൾട്ടിങ് ദ ഗേറ്റ്സ് ആർ വി ക്ലോസിങ് ദ ഗേറ്റ്സ് ആഫ്റ്റർ ദ ഹോഴ്സസ് ഹാവ് ബോൾട്ടഡ്? ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന മതേതരത്വത്തിനോടുള്ള ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു ഭീഷണി ഇതുകൊണ്ട് മാത്രം സൊല്യൂഷൻ ആകുമോ? മാത്രമല്ല, ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ ഈ അടുത്ത കാലത്തെങ്ങും പ്രതിപക്ഷം ഭരണത്തിൽ വരാനുള്ള സാഹചര്യമില്ല. കേരളത്തിൽ ഒരു പ്രതിപക്ഷം ഭരണത്തിലുണ്ടെങ്കിലും അവർക്ക് പണവും മറ്റ് റിസോഴ്സസും നൽകാതെ കേന്ദ്രത്തിന് ഞെരിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ പരമാവധി ചുരുക്കാൻ സാധിക്കും. അപ്പോൾ സുനിൽ പറയുന്ന പോലെ ആ ഒരു പ്ലൂറലിസം നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിൽ സ്ഥാപിക്കുക എന്നൊരു പ്രോജക്റ്റ് ആരേറ്റെടുക്കും? അതൊരു പീപ്പിൾസ് ലെവലിൽ സാധ്യമാണോ? വീണ്ടും ഒരു പൊളിറ്റിക്കൽ യൂണിറ്റി ഉണ്ടാക്കി ഭരണം കേന്ദ്രത്തിൽ നേടിയാൽ അല്ലാതെ ഇത് വിജയിക്കുമോ? 2 നിരീക്ഷണങ്ങൾക്കും നന്ദി. ചൈനയുടെ കാര്യം വളരെ പ്രധാനമാണ്. സാർ ഒബ്സർവേഷനായിട്ടാണ് പറഞ്ഞതെങ്കിലും വാസ്തവത്തിൽ കേരളത്തെ സംബന്ധിച്ച് എത്രയോ വലിയ ബന്ധങ്ങളാണ് ചൈനയായിട്ടുള്ളത്. സാർ അവിടെ അംബാസഡറായിട്ടുണ്ടായിരുന്നതുകൊണ്ട് സാറിന് നേരിട്ട് അറിയാം. ഇപ്പം നമ്മുടെ ഭക്ഷണശീലങ്ങൾ, നമ്മുടെ വസ്ത്രധാരണം, ഇപ്പം ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ നാലുകെട്ടിൻ്റെ പടിപ്പുര ചൈനീസ് വാസ്തുശില്പത്തിൽ നിന്ന് വന്നതാണ്.
നായർ സ്ത്രീകളുടെ മുടി കെട്ടുന്ന രീതി ഉണ്ടല്ലോ, കൊണ്ട കെട്ടുക എന്ന് പറഞ്ഞിട്ട്, അത് ചൈനീസ് കേശാലങ്കാര രീതിയിൽ നിന്ന് വന്നതാണ്. ഇങ്ങനെ ചൈന നമ്മുടെ വീട്ടുമുറ്റത്തുണ്ട്, പക്ഷെ നമ്മൾ ശത്രുരാജ്യമായിട്ട് സങ്കല്പിച്ചു. അതുകൊണ്ട് ആ ഷെയറിങ്ങിൻ്റെ ചരിത്രം കൂടുതൽ പറയണം. രണ്ടാമത്തെ സാറിൻ്റെ ഒബ്സർവേഷൻ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സാംസ്കാരിക ഭൂതകാലത്തിൻ്റെ ബഹുത്വത്തെ സ്ഥാപിച്ചെടുത്തുകൊണ്ട് ഇപ്പോൾ ഇമ്മീഡിയറ്റായി ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ ഈ പ്രശ്നവും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ 3 തലങ്ങളിലുള്ള ഒരു ഐക്യമുന്നണി എന്ന് പറഞ്ഞത്. ഒന്ന്, ഐഡിയോളജിക്കലായിട്ട് ഇതിൻ്റെ ബഹുത്വത്തെ സ്ഥാപിച്ചെടുക്കുക. 2, പൊളിറ്റിക്കൽ ഡൊമൈനിൽ സെക്യുലറായ ഫോഴ്സസ് എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും വർഗീയ ഫാഷിസത്തിനും എതിരായ അതിശക്തമായൊരു ഏകീകൃത ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുക. 3, എക്കണോമിക് ഡൊമൈനിൽ ഫാഷിസത്തിൻ്റെ ഒരു സാമ്പത്തിക യുക്തിക്ക് ഇന്ന് മേൽക്കൈ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, 2014 അദാനിയുടെ മൊത്തത്തിലുള്ള ആസ്തി 57,000 കോടി രൂപയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 9.5 ലക്ഷം കോടി രൂപയായിട്ടുണ്ട്. 10 കൊല്ലം കേട്ടോ. ഇതും കൂടിയാണ് ഫാസിസം എന്ന് പറയുന്നത്. മൂലധന താല്പര്യങ്ങളുമായുള്ള സമ്പൂർണമായ ഭരണകൂട ഐക്യമുണ്ട്. ഇതിൻ്റെ ഇരകളായിത്തീരുന്ന മനുഷ്യരെ നമ്മൾ ഈ സമരത്തിലേക്ക് ചേർക്കണം. തൊഴിലാളികൾ, കർഷകർ, സാധാരണ മനുഷ്യർ. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഹിന്ദുത്വത്തിന് ചെറിയ തിരിച്ചടിയെങ്കിലും ഏറ്റതിൻ്റെ കാരണം എന്തായിരുന്നു? അത് കർഷക സമരമായിരുന്നു. ആ കർഷക പ്രതിരോധമായിരുന്നു. അല്ലാതെ നമ്മൾ നടത്തിയ സെമിനാറൊന്നുമല്ല. അത് ആണെന്ന് ഈ സെമിനാർ നടത്തിയവരുടെ ഒരു തോന്നലാണ്. ആ തോന്നൽ അവർക്ക് പോവുകയില്ല. മനുഷ്യർ പണിയെടുത്തിട്ടാണ്, സമരം ചെയ്തിട്ടാണ്. ആ സമരങ്ങളെ നമ്മൾ പ്രധാനമായിട്ട് കാണണം. രാഷ്ട്രീയ മുന്നണിയിൽ ഐക്യം വേണം, പ്രത്യയശാസ്ത്ര തലത്തിലും വേണം. അതിൽ ഇമ്മീഡിയറ്റായി സംശയരഹിതമായിട്ടും ഈ രാഷ്ട്രീയ തലത്തിലെ ഏകോപിതമായ ചെറുത്തുനിൽപ്പ് വളരെ പ്രധാനമാണ്. നിർഭാഗ്യവശാൽ അതിൻ്റെ ഒരു പ്രാധാന്യവും ഈ രാജ്യം ഇങ്ങനെ ആയിത്തീർന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ഒക്കെ വേണ്ട അളവിൽ നമ്മുടെ പൊളിറ്റിക്കൽ ഡൊമൈനിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നിങ്ങൾ ഈ രാജ്യം നിലനിന്നിട്ടാണല്ലോ ബാക്കിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ രാജ്യത്തെ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഒന്നാമത്തെ, ഇപ്പോൾ ലെവിനാസൊക്കെ പറയുന്നുണ്ട് എത്തിക്സ് ആസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്നതുപോലെ ഈ രാജ്യത്തെ ഒന്നാമതായി സംരക്ഷിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം പലപ്പോഴും നമ്മൾ ഏറ്റെടുക്കുന്നില്ല എന്നൊരു തോന്നലുണ്ട്. അത് സാറ് പറഞ്ഞത് ഞാൻ യോജിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റേത് ഏറ്റെടുത്തില്ലെങ്കിൽ ഈ ഉണ്ടാക്കിയ വിജയവും അട്ടിമറിക്കപ്പെടാം. അതാണ് ഇതിനകത്തുള്ള പ്രശ്നം. ഈ ഐഡിയോളജിക്കൽ ഡൊമൈനെ നമ്മൾ മാറ്റിയെടുത്തില്ലെങ്കിൽ രാഷ്ട്രീയ മണ്ഡലം ഏത് നിമിഷവും അട്ടിമറിക്കപ്പെടാം. അപ്പോൾ ഗാന്ധിയുടെ രക്തസാക്ഷിത്വം കൊണ്ട് ഒരു 4 നൂറ്റാണ്ട് ഓടി, പക്ഷെ അട്ടിമറിക്കപ്പെട്ടു. ഇനി ഉണ്ടാക്കിയെടുത്താലും ഇത് അട്ടിമറിക്കപ്പെടും. കാരണം ഈ ഭൂതം അവിടെയുണ്ട്. കുടത്തിൽ അടച്ചുകൊണ്ട് മാത്രമായില്ല, പറിച്ച് കളയണം. അങ്ങനെ പറിച്ച് കളയുന്ന പണി ഇന്ത്യൻ ജനതയുടെ ജീവിതബോധത്തിലേക്ക് ഈ ബഹുത്വത്തെ സ്ഥാപിച്ചെടുക്കുന്ന ഒരു ലാർജർ പ്രോജക്റ്റാണ്. അത് പാർട്ടികൾ കൊണ്ടോ ക്ലാസ് മുറിയിലെ പഠനം കൊണ്ടോ ഒന്നും കഴിയില്ല. അതിവിപുലമായ ദേശീയ പ്രസ്ഥാനം പോലെയുള്ളൊരു വിപുലമായ ബഹുജന പ്രസ്ഥാനം വേണം. ഞാനൊരു പോയിൻ്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ദേശീയ പ്രസ്ഥാനം എന്താണ് ചെയ്തത്? മുഴുവൻ മനുഷ്യരെയും ആൻറ്റി ബ്രിട്ടീഷാക്കി അണിനിരത്തി. അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ് ഉണ്ട്, സോഷ്യലിസ്റ്റുകളുണ്ട്, നാനാതരത്തിൽ തമ്മിൽ തർക്കിക്കുന്നവരുണ്ട്. പക്ഷേ ഒറ്റ പോയിന്റിൽ അവർ ഒരുമിച്ച് നിന്നു. അവിടെ ചേരാതെ നിന്നൊരു കൂട്ടരുണ്ട് കേട്ടോ. അവരാണിപ്പോൾ ഹിന്ദുത്വവാദികൾ. അവരന്ന് ബ്രിട്ടീഷുകാരുടെ കൂടെയായിരുന്നു, ബാക്കി എല്ലാവരും ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു. എന്നതുപോലെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു വലിയ സമരമുഖം ഇന്ന് അനിവാര്യമായിട്ടുണ്ട്. അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്.